already അറിയാം. So നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന പോലെ തന്നെ റീഡിംഗ് പാർട്ട് സിയിൽ നമുക്ക് 2 extracts ആണുള്ളത്. And for first extract you get to answer 8 multiple choice question, and for the second extract as well you get to answer 8 questions. അങ്ങനെ 16 questions ആണ് ടോട്ടൽ. അപ്പൊ നിങ്ങൾ അപ്രോച്ച് ചെയ്യാൻ നമുക്ക് എങ്ങനെ പറയാം, അങ്ങനെ ഒരു പ്രത്യേക ടെക്നീക്കോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു ട്രിക്കോ ഒന്നുമില്ല. ഓക്കെ, ഇറ്റ്സ് പ്രിറ്റി സ്ട്രേറ്റ് ഫോർവേഡ്. നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ 45 മിനിറ്റ് ആണ് ബിക്കും സിക്കും വേണ്ടി ഒരുമിച്ചുള്ളത്. അതിൽ 33 മിനിറ്റ് മാക്സിമം, 30 മിനിറ്റ് മിനിമം എങ്കിലും നിങ്ങൾ നിങ്ങളുടെ പാർട്ട് സി റീഡിങ്ങിന് വേണ്ടി സ്പെൻഡ് ചെയ്യണം. അതിൽ ഒരു 15 മിനിറ്റ് ഫസ്റ്റ് ഇതിനും 15 മിനിറ്റ് ഫസ്റ്റ് സെക്കൻഡ് എക്സ്ട്രാക്റ്റിനും അങ്ങനെ. ആൻഡ് ഹൗ ഡു യു അപ്രോച്ച് ഇറ്റ്? നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് വേ എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ വായിക്കാം, text or respective text വായിക്കുക, options വായിക്കുക. നിങ്ങളുടെ the order of your questions more or less matches with the order of your paragraphs, which means ആദ്യത്തെ ക്വസ്റ്റ്യൻ ആദ്യത്തെ പാരഗ്രാഫിന്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ രണ്ടാമത്തെ പാരഗ്രാഫിന്, അങ്ങനെയായിരിക്കും more or less. ഇച്ചിരി വ്യത്യാസം കാണും, പക്ഷെ ഓവറോൾ more or less ഇതേ ഓർഡറിൽ തന്നെയായിരിക്കും പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് വേസ് read your question, read your text, read your options. എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഇൻകംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ, ക്വസ്റ്റ്യൻ മാർക്കോട് കൂടി എൻഡ് ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അവരുടെ ഓപ്ഷൻസ് വായിക്കുമ്പോൾ ക്വസ്റ്റ്യൻസിനൊപ്പം ചേർത്ത് വായിക്കാം. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ വായിക്കുക, നിങ്ങൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത് മനസ്സിലാക്കുക, റെസ്പെക്റ്റീവ് ടെക്സ്റ്റ് വായിക്കുക, ദെൻ ഓപ്ഷൻസ് വായിക്കുക. ഇൻകംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഓപ്ഷൻസ് ക്വസ്റ്റ്യൻ ചേർത്ത് വായിക്കുക, നിങ്ങൾക്ക് വ്യക്തതയോട് കൂടി മീനിങ് മനസ്സിലാക്കാം. ഓക്കെ, ഓൾറൈറ്റ്. അപ്പൊ നമുക്ക് ഇന്നത്തെ മെറ്റീരിയലോട്ട് കടക്കാം. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് അവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഞാനൊന്ന് സൂം ഇൻ ചെയ്യട്ടെ, അപ്പൊ നിങ്ങൾക്ക് വിസിബിൾ അയക്കാൻ വേണ്ടിയിട്ടാണ്. സൂം ഇൻ ചെയ്യട്ടെ, ഗിവ് മീ എ സെക്. One second. Right. അപ്പോ നിങ്ങൾക്ക് സ്ക്രീൻ വിസിബിൾ ആണെന്ന് വിചാരിക്കുന്നു. ലെറ്റ് സ്റ്റാർട്ട്. ഓക്കെ, അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചോളൂ സ്മിത. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചു. ഫസ്റ്റ് പാരഗ്രാഫ്. നമ്മുടെ ക്വസ്റ്റ്യൻ ഫസ്റ്റ് പാരഗ്രാഫിൽ നിന്നാണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, എന്താണ് വാട്ട് ഈസ് സജസ്റ്റഡ്, എന്താണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്, എന്തിനെ കുറിച്ച്? പെർച്ചേസസിനെ കുറിച്ച്. എവിടെ? ഫസ്റ്റ് പാരഗ്രാഫ്. ഓക്കെ, ഫസ്റ്റ്. അപ്പൊ നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? എന്താ നമുക്ക് അപ്പൊ കണ്ടുപിടിക്കണ്ടേ? സ്മിത, അനു, അതേഴ്സ്, നമുക്ക് എന്താ ഇവിടെ കണ്ടുപിടിക്കണ്ടേ? രാധിക, മഞ്ജു, സ്നേഹ, നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ ഇവിടെ? അപ്പൊ yes, what is told in the what is mentioned about purchases. Purchasesനെ കുറിച്ച് എന്താണ് മെൻഷൻ, purchasesനെ കുറിച്ച് എന്താണ് മെൻഷൻ ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് പാരയിൽ? അതാണ് നമുക്ക് കണ്ടെത്തേണ്ടത് ഇൻ ദ ഫസ്റ്റ് പാരഗ്രാഫ്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് പാര വായിച്ചു നോക്കാം. ഗെറ്റ് റെഡി ഓൾ ഓഫ് യു. അപ്പൊ നമുക്ക് ഫസ്റ്റ് പാരയിൽ പർച്ചേസിനെ കുറിച്ച് എന്തോ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് അവർ സജസ്റ്റ് ചെയ്തിരിക്കുന്നത്? നമുക്ക് ഫസ്റ്റ് പാര വായിക്കാം. നിങ്ങളുടെ സ്ക്രീനിൽ ഞാൻ എടുക്കട്ടെ ഫസ്റ്റ് പാരഗ്രാഫ്. ഓക്കെ, സോ നിങ്ങൾ വേറൊരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് മെറ്റീരിയൽ തുടങ്ങുമ്പോഴേക്കും നിങ്ങൾ നമ്പർ ചെയ്യണം കേട്ടോ. സോ ഞാൻ ഓൾറെഡി നമ്പർ ചെയ്തിട്ടുണ്ട്, നമ്പർ ചെയ്യാണ്. ഫസ്റ്റ് പാര ഇതാണ്, ഒന്ന് വായിച്ചേ ഓൾ ഓഫ് യു. ടേക്ക് 55 seconds, go through your first paragraph. Okay, സ്മിത, ഹെഡിങ്ങും ഇവിടെ വരെ ഒന്ന് വായിച്ചു. Pertussis, sometimes known as whooping cough, is traditionally considered a disease of childhood. There is, however, evidence to suggest a steady increase in its incidence among both adults and adolescents in recent decades. Pertussis is considered highly contagious. Its main clinical manifestation is the paroxysmal cough, which can last for weeks and be accompanied by anemia, exhaustion, and vomiting. Okay. Purchases ആണ് നമ്മുടെ ടോപ്പിക്. അപ്പൊ ഇവിടെ purchasesനെ നമ്മൾ സംടൈംസ് എന്ത് വിളിക്കും? whooping cough എന്ന് വിളിക്കും. അത് പൊതുവെ ഒരു
ചെറുപ്പകാലത്ത് ഒരു അസുഖമായിട്ടാണ് കൺസിഡർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഓട്ടെ, അപ്പൊ ഇതെന്താണ്, ഒരു ട്രഡീഷണലി ഇതിനെന്തായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു ഡിസീസ് ഓഫ് ചൈൽഡ്ഹുഡ്, ചെറുപ്പകാലത്തിൽ വരുന്ന, കുട്ടിക്കാലത്ത് വരുന്ന ഒരു അസുഖമായിട്ടാണ് ഇതിനെ വൂപ്പിംഗ് കോഫിനെ കണ്ടുവന്നിരിക്കുന്നത്. There is, however, പക്ഷേ എവിഡൻസ് ഉണ്ട്. എന്ത് സജസ്റ്റ് ചെയ്യാനുള്ള എവിഡൻസ് ഉണ്ട്? ഒരു സ്റ്റഡി ആയിട്ടൊരു സ്റ്റഡി ഇൻക്രീസ് ഉണ്ട് എന്തില്, ഈ പെർച്ചേസസിന്റെ ഒക്കറൻസ്, ഇൻസിഡൻസ് എന്ന് വെച്ചാൽ ഒക്കറൻസ് ആരില്, മുതിർന്ന ആൾക്കാരിലും അഡോളസൻസിലും ഈ അടുത്ത ദശകങ്ങളിൽ ഇതിന്റെ ഒക്കറൻസ് കൂടി വരുന്നുണ്ട് എന്നുള്ളതിനുള്ള എവിഡൻസ് ഉണ്ട്. സോ പൊതുവെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുക, പെർച്ചേസസിനെ നമ്മൾ പൊതുവെ ഒരു എന്താ പറയാ ഡിസീസ് ഓഫ് ചൈൽഡ്ഹുഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. പക്ഷെ ഈ അടുത്ത ദശകങ്ങളിൽ ഇത് വരുന്നത് അഡൽട്സിലും അഡോളസൻസിലും സ്റ്റഡി ആയിട്ട് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുക എന്നുള്ളതിന് നമ്മുടെ കയ്യിൽ എവിഡൻസ് ഉണ്ട്. ഓക്കെ, ഇനി ഈ ഡിസീസ് പെർച്ചേസസ് എന്താണ്, ഹൈലി കണ്ടേജിയസ് ആണ്, ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്യും. ഇറ്റ്സ് മെയിൻ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ, ഒരു മെയിൻ ക്ലിനിക്കൽ സിംറ്റം എന്ന് വെച്ചാൽ എന്താണ്, പാരോക്സിസ്മൽ കോഫ് ആണ്. ഓക്കെ, ഇതാണ് അതിന്റെ മെയിൻ സിംറ്റം. അത് ചിലപ്പോ ആഴ്ചകളോളം ലാസ്റ്റ് ചെയ്തേക്കാം. പിന്നെ അതിനോടൊപ്പം തന്നെ നമുക്ക് ആപ്നിയ, എക്സോഷൻ, വോമിറ്റിംഗ്, ഈ സിംറ്റംസ് ഒക്കെ ഉണ്ടായേക്കാം. അപ്പൊ ഒന്ന് വായിച്ചു നോക്കി എല്ലാവരും. കമോൺ. ഓക്കെ, നൗ ഇവിടെ നിന്ന് എൻഡ് വരെ ഒന്ന് വായിച്ചു സ്മിത, ഇവിടെ വരെ. Yes, ma'am. Although most countries have adopted vaccination programs against disease, pertussis continues to be a significant public health challenge. Significant variations in mortality rates among very young, unimmunized infants have been observed, often reflecting the level of care and treatment available. Although reinfection after natural disease or vaccination is by no means uncommon, the index of clinical suspicion of pertussis diagnosis in adults remains low. Okay, I need your attention here. Although most countries have adopted vaccination programs against the disease, ഒട്ടുമിക്ക രാജ്യങ്ങളും ഈ പെർച്ചേസസിനെതിരായിട്ട് വാക്സിനേഷൻ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും it continues to be a significant public health challenge. ഓക്കെ, ഒരു കാര്യമായിട്ടുള്ള ഒരു ആരോഗ്യരംഗത്തെ ഒരു പ്രശ്നമായിട്ട് തന്നെ അത് നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിനെതിരായിട്ട് 1 second, make sure you guys are on mute. The sessions are being recorded. Please be careful. Okay, so ഇവിടെ ഒട്ടുമിക്ക രാജ്യങ്ങളും ഇതിന് വേണ്ടിയിട്ടുള്ള വാക്സിനേഷൻ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. എങ്കിൽ കൂടി ഇത് ഇപ്പോഴും ഇത് എന്തായിട്ട് തുടർന്നു കൊണ്ടുപോവാണ്, ഒരു ആരോഗ്യരംഗത്ത് ഒരു ചാലഞ്ച് ആയിട്ട് തന്നെ, അത് ഒരു ബുദ്ധിമുട്ടായിട്ട് തന്നെ അത് നിലനിൽക്കുകയാണ്. Significant variations in mortality rates amongst very young unimmunized infants have been observed. Significant variations, കാര്യമായിട്ടുള്ള ഒരു വേരിയേഷൻസ് ഞാൻ പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ മാസം നമ്മൾ ചെയ്ത ഒട്ടുമിക്ക ഇതിലും ഈ വൊക്കാബ് വന്നിട്ടുണ്ട്. ഇതിന്റെ അർത്ഥം എന്താ, ഫ്ലക്ച്വേഷൻസ് നമുക്ക് എന്തിൽ കാണാം, മോർട്ടാലിറ്റി റേറ്റ്സിൽ. എന്താ സ്മിത, വീണ, ഷീമ, ഈ മോർട്ടാലിറ്റി റേറ്റ്സ് എന്താ മോർട്ടാലിറ്റി എന്താണ് പറഞ്ഞു, ഡെത്ത് റേറ്റ്സ്. യെസ്, ഡെത്ത് മരണസംഖ്യ. ഓക്കെ, മരണസംഖ്യയാണ് ഈ പറയുന്നത്. വളരെ ചെറുപ്പം ഇമ്മ്യൂണൈസേഷൻ കിട്ടാത്ത കുഞ്ഞുങ്ങളില് ഇതിന്റെ ഡെത്ത് റേറ്റ്സിൽ ഭയങ്കര വേരിയേഷൻസ് നമുക്ക് കാണാം. ഓക്കെ, അത് എന്തിനാ റിഫ്ലക്ട് ചെയ്യുന്നത്, അതെന്താ കാണിക്കണേ, അവർക്ക് ലഭിക്കുന്ന കെയറിന്റെയും ട്രീറ്റ്മെന്റിനെയാണ് അത് റിഫ്ലക്ട് ചെയ്യുന്നത്. ഈ വേരിയേഷൻസ്, ഈ ഡെത്ത് റേറ്റിലുള്ള ആ ഒരു വ്യതിയാനം അത് കാണിക്കുന്നത് എന്താണ്, യങ്ങായിട്ടുള്ള കുട്ടികളിൽ അല്ലെങ്കിൽ അൺഇമ്മ്യൂണൈസ്ഡ് ആയിട്ടുള്ള ഇൻഫൻസിലുള്ള ഡെത്ത് റേറ്റിന്റെ ആ ഒരു ഫ്ലക്ച്വേഷൻ കാണിക്കുന്നത് അവർക്ക് ലഭിക്കുന്ന കെയറിന്റെ ലെവലും അവർക്ക് ലഭിക്കുന്ന ട്രീറ്റ്മെന്റിന്റെ ആ ഒരു ഇതുമാണ് കാണിക്കുന്നത്. എന്നിട്ട് അടുത്ത ലാസ്റ്റ് സെന്റൻസ്, although reinfection after natural disease or vaccination is by no means uncommon. എനിക്ക് ആ സെന്റൻസിനെ ഒന്ന് ഫോക്കസ് ചെയ്ത സെന്റൻസിൽ എല്ലാവരും. although reinfection എന്തിനു ശേഷം, ഒരു നാച്ചുറൽ അസുഖം ഒരു തവണ വന്നതിന് ശേഷം അല്ലെങ്കിൽ വാക്സിനേഷൻ ലഭിച്ചതിന് ശേഷം രണ്ടാമത് ഇൻഫെക്ഷൻ വരിക എന്നുള്ളത് ബൈ നോ മീൻസ് അൺകോമൺ. അൺകോമൺ എന്ന് പറഞ്ഞാൽ എന്താ, അൺകോമന്റെ മീനിങ് ഒന്ന് പറഞ്ഞു. അൺകോമൺ, കോമൺ അല്ല. ഓക്കെ, നോ മീൻസ് അൺകോമൺ എന്ന് പറഞ്ഞാൽ നോട്ട് റെയർ അല്ലേ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, ഇപ്പൊ കോമൺ. വെരി ഗുഡ്. ഒന്ന് നോക്കി, അപ്പൊ ഇവര് പറയാണ് ഒരു തവണ അസുഖം നാച്ചുറൽ ഡിസീസ് വന്നതിന് ശേഷം അല്ലെങ്കിൽ വാക്സിനേഷൻ എടുത്തതിന് ശേഷം രണ്ടാമത് പെർച്ചേസസിന് ഇൻഫെക്ഷൻ വരിക എന്നുള്ളത് എന്താണ്, ഒരു രീതിയിലും അസാധാരണമല്ല എന്ന് വെച്ചാൽ അത് സാധാരണമാണ്. ആണെങ്കിലും the index of clinical suspicion, ഇതൊരു സാധാരണ ഇവന്റ് ആണെങ്കിലും the index of clinical suspicion,
ക്ലിനിക്കലി ഈ അസുഖം സസ്പെക്ട് ചെയ്യുക എന്തിനു വേണ്ടിയിട്ട്, ഡയഗ്നോസിസിന് വേണ്ടിയിട്ട്, ആരില്, അഡൽസില്, അത് ലോ ആണ്. അപ്പൊ ഒരു തവണ അസുഖം വന്നാൽ അത് രണ്ടാമത് വരാനുള്ള, ഒരു തവണ നാച്ചുറലി അസുഖം വന്നിട്ട് രണ്ടാമത് വരുന്നതും അല്ലെങ്കിൽ വാക്സിനേഷൻ എടുത്തത് അത് വീണ്ടും എന്നിട്ടും വരുന്നത് ഒരിക്കലും റെയർ ആയിട്ടുള്ള ഇവന്റ് ഒന്നും അല്ല. അത് വളരെ സാധാരണമായിട്ടുള്ള കാര്യമാണെങ്കിൽ കൂടി ദ ഇൻഡെക്സ്, ദ റേറ്റ് ഓഫ് ക്ലിനിക്കൽ സസ്പീഷൻ, ക്ലിനിക്കലി പെർച്ചേസിന്റെ ഡയഗ്നോസിസ് സസ്പെക്ട് ചെയ്യുന്നത്, അഡൽസിൽ സസ്പെക്ട് ചെയ്യുന്നത് എന്താണ്, ആ റേറ്റ് എന്താണ്, ലോ ആണ്. എങ്കിൽ കൂടി രണ്ടാമത്തെ ഇൻഫെക്ഷൻ വരുന്നത് വളരെ കോമൺ ഒക്കറൻസ് ആണെങ്കിൽ കൂടി അഡൽസിൽ, മുതിർന്ന ആൾക്കാരിൽ ഈ അസുഖത്തിന്റെ ഡയഗ്നോസിസിന്റെ ക്ലിനിക്കൽ സസ്പീഷൻ, ക്ലിനിക്കലി അത് സംശയിക്കുക എന്നുള്ള അതിന്റെ റേറ്റ് ലോ ആണ്. നിങ്ങളൊന്ന് വായിച്ചു കമൺ. അപ്പൊ ട്രഡീഷണലി കുട്ടിക്കാലത്ത് വരുന്ന ഒരു അസുഖമായിട്ടാണ് കാണുന്നത്, ചെറുപ്പകാലത്ത് വരുന്ന ഒരു അസുഖമായിട്ടാണ് ഇതിനെ കാണുന്നത്. പക്ഷെ എവിഡൻസ് സജസ്റ്റ് ചെയ്യുന്നത് എന്താ, അഡൽസിലും അഡോളസൻസിലും ഇതിന്റെ ഒക്കറൻസ് കൂടി വരുന്നുണ്ട് ഈ അടുത്ത ദശകങ്ങളിൽ. ഇനി പെർച്ചേസസ് എന്താണ്, ഹൈലി കണ്ടീജിയസ് ആണ് പെർച്ചേസസ്. അതുപോലെ തന്നെ അതിന്റെ മെയിൻ സിംറ്റം പെരോക്സിസ്മൽ കോഫ് ആണ്. അത് ആഴ്ചകളോളം നീണ്ടു നിന്നേക്കാം. അതിനോടൊപ്പം എന്ത് വന്നേക്കാം, ആപ്നിയ, എക്സോസ്റ്റൻ, വോമിറ്റിംഗ്. ഇനി ഒട്ടുമിക്ക കൺട്രീസും വാക്സിനേഷൻസ് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് ഇപ്പോഴും ഒരു പൊതു ആരോഗ്യരംഗത്തെ ഒരു പ്രശ്നമായിട്ട് തന്നെ നിലനിൽക്കുന്നു. ഇനി നമുക്ക് കുട്ടികളുടെയും ഇമ്മ്യൂണൈസ്ഡ് ആവാത്ത ആൾക്കാരുടെയും മരണ റേറ്റിൽ ഒരു ഫ്ലക്ച്വേഷൻ കാണാം. ഓക്കെ, അതെന്താ കാണിക്കുന്നത്, അവർക്ക് ലഭിക്കുന്ന കെയറിന്റെയും ട്രീറ്റ്മെന്റിന്റെയാണ് അത് റിഫ്ലക്ട് ചെയ്യുന്നത്, ഈ ഫ്ലക്ച്വേഷൻസ് ആ റേറ്റിലുള്ളത്. ഇനി ഒരു തവണ അസുഖം നാച്ചുറലി വന്നതിന് ശേഷം രണ്ടാമത് വരിക, അല്ലെങ്കിൽ വാക്സിനേഷൻ ലഭിച്ചതിന് ശേഷവും തിരിച്ച് വീണ്ടും ഇൻഫെക്ഷൻ വരിക എന്നുള്ളത് നോ മീൻസ് അൺകോമൺ. എന്ന് വെച്ചാൽ ഒരു രീതിയിലും റെയർ അല്ല, കോമൺ ആണ്. അങ്ങനെയാണെങ്കിൽ കൂടി ഇതിന്റെ ക്ലിനിക്കലി അസുഖമാണ് എന്ന് ഡയഗ്നോസ് ചെയ്യാൻ ആ ഒരു സസ്പിഷൻ, അഡൽസിൽ അസുഖമാണ് എന്നുള്ള ആ ഒരു സംശയം, അതിന്റെ റേറ്റ് പലപ്പോഴും കുറവാണ്. ഒന്ന് വായിച്ചു നോക്കി. വളരെ കോമൺ ആണ് രണ്ടാമത് വരികയെങ്കിൽ, എങ്കിൽ കൂടി അത് ഈ അസുഖമാണെന്ന് അഡൽസിൽ ഈ അസുഖമാണെന്ന് സസ്പെക്ട് ചെയ്യുന്നതിന്റെ റേറ്റ് വളരെ കുറവായിട്ടാണ് റിമെയിൻ ചെയ്യുന്നത്. വായിച്ചു നോക്കി. ക്ലിയർ ആയോ? ഇവിടെ ഇതിന്റെ പാരഗ്രാഫിന്റെ മീനിങ് വ്യക്തമായിട്ട് എല്ലാവർക്കും മനസ്സിലായോ? സ്നേഹ, മഞ്ജു, രാധിക, അനു, സ്മിത, ഷീമ, സന്ധ്യ, ഐശ്വര്യ, ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് നമ്മുടെ ഓപ്ഷൻസ് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. സ്മിത ഓപ്ഷൻസ് ഒന്ന് വായിച്ചു. നമുക്ക് മനസ്സിലാവേണ്ടത് ഈ അസുഖത്തെ കുറിച്ച് എന്താണ് ഫസ്റ്റ് പാരഗ്രാഫിൽ സജസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഒന്ന് വായിച്ചോളൂ കേട്ടോ. ഓപ്ഷൻ എ, teenagers are just as likely to catch it as young children. ഇവിടെ ഇറ്റ് എന്തിനാ റെഫർ ചെയ്യുന്നത്? പർച്ചേസസിനാണ് റെഫർ ചെയ്യുന്നത്. അപ്പോ ടീനേജേഴ്സിൽ, ഈ അസുഖം, അഡോളസൻസിൽ, ടീനേജേഴ്സിൽ ഇത് അവർക്ക് ഈ അസുഖം കിട്ടാനുള്ള സാധ്യത ആരുടെ അത്രയും തന്നെ സാധ്യതയുണ്ട്? ചെറിയ കുട്ടികളുടെ അത്ര തന്നെ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ? Teenagers are just likely to catch purchases as young children. വളരെ ചെറുപ്രായത്തിലുള്ള കൊച്ചു കുട്ടികളെ പോലെ തന്നെ ടീനേജേഴ്സിനും ഇത് വരാനുള്ള സാധ്യത ഒരേ രീതിയിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഓക്കെ, ഇല്ലല്ലോ, അങ്ങനെ ഒരു കമ്പാരിസൺ ഇല്ല അല്ലെ? ഇല്ല. അപ്പൊ നമുക്ക് ഇത് വിടാം. അടുത്തത് വായിച്ചു സ്മിത. ഓപ്ഷൻ ബി, റീഇൻഫെക്ഷൻ ആഫ്റ്റർ വാക്സിനേഷൻ ഈസ് ബിക്കമിംഗ് മോർ വൈഡ് സ്പ്രെഡ് ആവുന്നുണ്ട്. റീഇൻഫെക്ഷൻ, വാക്സിനേഷൻ ലഭിച്ചതിന് ശേഷം രണ്ടാമത് ഇൻഫെക്ഷൻ വരുന്നത് ഭയങ്കരമായിട്ട് അങ്ങനെ അത് കൂടുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടോ സ്മിത? ചോദിച്ചാ ബാക്കിയുള്ളവരോ? ഇല്ല. ഓക്കെ, അടുത്തത് സ്മിത പറഞ്ഞോളൂ. ഓപ്ഷൻ സി, വാക്സിനേഷൻ പ്രോഗ്രാം ഷുഡ് ബി എക്സ്റ്റെൻഡഡ് ടു ഇൻക്ലൂഡ് അഡൽട്സ്. മുതിർന്നവരും ഇൻക്ലൂഡ് ചെയ്യത്തക്ക രീതിയിൽ വാക്സിനേഷൻ പ്രോഗ്രാം നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യണം എന്നോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നമ്മളായിട്ട് ഊഹിക്കരുത്, അവിടെ പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മുടെ ആൻസർ ഏതാ? ഓപ്ഷൻ ഡി. ഒന്ന് വായിച്ചേ സ്മിത ആൻസർ. may not immediately recognize the symptoms in all patients. ക്ലിനീഷ്യൻസ് പെട്ടെന്ന് ആ സിംറ്റംസ് റെക്കഗ്നൈസ് ചെയ്തു എന്ന് വരില്ല എല്ലാ പേഷ്യൻസിനും. അതെവിടെ നമുക്ക് കിട്ടണേ? ഒന്ന് ചിന്തിച്ചു. ക്ലിനീഷ്യൻസ് അവര് പെട്ടെന്ന് സിംറ്റംസ് റെക്കഗ്നൈസ് ചെയ്തു എന്ന് വരില്ല. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, രണ്ടാമത് ഇൻഫെക്ഷൻ വരിക എന്നുള്ളത് കോമൺ അല്ല. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഈ ക്ലിനിക്കൽ സസ്പീഷൻ ആർക്കാണ്? ഈ ക്ലിനിക്കൽ സസ്പീഷൻ വരിക? ക്ലിനിക്കലി സസ്പെക്ട് ചെയ്യുന്നത് ആരാ? അസുഖം അഡൽട്സില് അല്ല, ആരാ സസ്പെക്ട് ചെയ്യുന്നത്? ഈ ക്ലിനിക്കൽ സിനാരിയോയില് ഡോക്ടേഴ്സ് അല്ലേ?
അപ്പൊ അവരെന്താ പറഞ്ഞേക്കണേ, അസുഖം രണ്ടാമത് വരിക എന്നുള്ളത് കോമൺ ആണെങ്കിൽ കൂടി ഇത് ക്ലിനിക്കലി അതിനെ ഡയഗ്നോസ് ചെയ്യാം. ഡോക്ടേഴ്സ് സസ്പെക്ട് ചെയ്യാന്ന് ഡയഗ്നോസ് ചെയ്യാല്ലേ. അത് അഡൽസിൽ മുതിർന്നവരിൽ ഈ അസുഖം ഉണ്ടെന്നുള്ള കാര്യം സസ്പെക്ട് ചെയ്യുന്നത്, അത് ആരെ സസ്പെക്ട് ചെയ്യുന്നത്? ക്ലിനിക്കലി ഡോക്ടേഴ്സാ. അത് വളരെ കുറവാണ്, ആ റേറ്റ് കുറവാണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ അസുഖം കോമൺ ആണ്, ഒരു തവണ വന്ന ആൾക്ക് വീണ്ടും വരിക എന്നുള്ളത് ഒരു കോമൺ സംഭവം ആണെങ്കിൽ കൂടി അഡൽസിൽ മുതിർന്ന ആൾക്കാരിൽ ഈ അസുഖമാണ് എന്നുള്ള ഒരു കാര്യം ക്ലിനിക്കലി അത് ഡയഗ്നോസ് ചെയ്യുന്നതിന്റെ റേറ്റ് കുറവാണ് എന്നല്ലേ പറഞ്ഞേക്കണേ? അല്ലേ? മനസ്സിലാവുന്നുണ്ടോ ലാസ്റ്റ് സെന്റൻസിന്റെ മീനിങ്? അപ്പൊ ഇതൊന്ന് വായിച്ചേ. അതിന്റെ അർത്ഥം എന്താ? സിംറ്റംസ് പെട്ടെന്ന് തിരിച്ചറിയില്ല എന്ന് അല്ലെ? ക്ലിനിക്കലി അതുകൊണ്ടല്ലേ ഡയഗ്നോസ്, ഇതാണ് അല്ലെ? ഇത് റീഇൻഫെക്ഷൻ വളരെ കോമൺ ആണ്. അപ്പൊ അഡൽസിൽ അങ്ങനെയാണെങ്കിൽ ഈ അസുഖം അവർ കണ്ടെത്താൻ അത്ര ബുദ്ധിമുട്ടൊന്നും വേണ്ടാത്തതല്ലേ? പക്ഷെ അവിടെ എന്താ പറഞ്ഞേക്കണേ? ക്ലിനിക്കൽ ഇൻഡെക്സ് ഓഫ് ക്ലിനിക്കൽ ഡയഗ്നോസിസ് ഓഫ് പെർട്ടസിസ് ഇൻ അഡൽട്സ് റിമെയിൻ ലോ. ഓക്കെ, അപ്പൊ അതാണ്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കി. ക്ലിനീഷ്യൻസ് മേ നോട്ട് എല്ലാ പേഷ്യൻസിലും എന്ന് വെച്ചാൽ എല്ലാ അഡൽട്സിലും ഒന്നും ഈ സിംറ്റംസ് അവർ റെക്കഗ്നൈസ് ചെയ്ത് ക്ലിനിക്കലി അസുഖം സംശയിക്കണമെന്നില്ല. സ്മിത, മഞ്ജു, സന്ധ്യ, ഐശ്വര്യ, സ്നേഹ, ഷീമ, രാധിക, അനു, others, did I make myself clear? ഇത് എന്തുകൊണ്ടാണ് ഇത് ആൻസർ നിങ്ങൾക്ക് വ്യക്തതയോടുകൂടി മനസ്സിലായോ? ക്ലിയർ മാം. ഓക്കെ, നിങ്ങൾ അവിടെ ഡോക്ടർ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ബി കളയരുത്. റീഇൻഫെക്ഷൻ പറഞ്ഞോന്ന് വെച്ച് ബി എടുക്കരുത്. അവിടെ പറഞ്ഞേക്കുന്ന ക്ലിനിഷ്യൻസ് റെക്കഗ്നൈസ് ചെയ്യില്ല. അപ്പൊ ഞാൻ അത് ചോദിച്ചു, ക്ലിനിക്കലി ആരാ സസ്പെക്ട് ചെയ്യുന്ന ഒരു അസുഖം? ഡോക്ടേഴ്സ് അഡൽട്സിൽ ഇതിന്റെ റേറ്റ് ഡോക്ടേഴ്സ് ഒക്കെ സംശയിക്കുന്നത് വളരെ കുറവാണ്. റീഇൻഫെക്ഷൻ ഒക്കെ വളരെ ഒരു കോമൺ കാര്യമാണെങ്കിൽ കൂടി. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? എല്ലാ പേഷ്യൻസിനും ഈ അസുഖം പെട്ടെന്ന് ഡോക്ടേഴ്സ് തിരിച്ചറിഞ്ഞു വരില്ല. അതല്ലേ? അതുകൊണ്ടാണ് ടി ആൻസർ. ഓക്കെ, ഓൾ റൈറ്റ്. അപ്പൊ നിങ്ങൾ പലപ്പോഴും ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നത് അവിടെ കൊടുത്തൊരു വേർഡ് ഓപ്ഷനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് എന്റെ ആൻസർ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉള്ളത് ബിയും സിയും എ ഒക്കെ ആയിട്ട് ആൻസർ ആയിട്ട് തോന്നും. പക്ഷെ ഇതില് നോക്കിയേ, ഇതില് അവിടെ കൊടുത്ത ഒറ്റ വേർഡ് ഉപയോഗിക്കാതെ ആ ഡി ഓപ്ഷൻ കിടക്കണേ. അപ്പൊ നിങ്ങൾ മീനിങ് മനസ്സിലാക്കാണ്ട് നിങ്ങൾ ചൂസ് ചെയ്യില്ല കേട്ടോ, ശ്രദ്ധിക്കണേ. അടുത്തത് മഞ്ജു, ഓൺ ദാറ്റ് നോട്ട് യു ക്യാൻ റീഡ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഫോർ മീ. യെസ്. Yes, ma'am. In the second paragraph, what do we learn about the pertussis patient called Maria? അപ്പൊ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ട രണ്ടാമത്തെ പാരഗ്രാഫിൽ നിന്ന്? സെക്കൻഡ് പാരഗ്രാഫില് എന്താണ് ഒരു മറിയ എന്ന് പറയുന്ന പേഷ്യന്റിനെ പെർtusസിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്? നമുക്ക് എന്താ മനസ്സിലാവണം അല്ലേ? അപ്പൊ നമുക്ക് വാട്ട് ഈസ് സെഡ് അബൌട്ട് മരിയ. മരിയയ്ക്ക് ഈ അസുഖമുള്ള പേഷ്യന്റ് ആണ്, അവരെ കുറിച്ച് എന്താണ് പറഞ്ഞത്? ഓക്കെ, അപ്പൊ നമുക്ക് സെക്കൻഡ് പാരഗ്രാഫ് വായിച്ചു നോക്കാം. റെഡി ആയിക്കോളൂ ഓൾ ഓഫ് യു. ഓക്കെ, ഞാൻ സെക്കൻഡ് പാര എടുക്കാം. ഇതാണ് സെക്കൻഡ് പാരഗ്രാഫ്. ഓക്കെ, നിങ്ങൾ നേരത്തെ തന്നെ നമ്പർ ഇടേണ്ടതായിരുന്നു കേട്ടോ. ഞാനിത് ഇപ്പൊ പെട്ട് പോവാണ്. നിങ്ങൾ നേരത്തെ തന്നെ നമ്പർ ഇടണം കേട്ടോ. കിട്ടുമ്പോൾ തന്നെ പാരഗ്രാഫിൽ നമ്പേഴ്സ് ഇടണേ. ഓക്കെ, വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. നിങ്ങൾ ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്. ഇത് ഫസ്റ്റ് അല്ല, സെക്കൻഡ്. മഞ്ജു, ഇവിടെ വരെ ഒന്ന് വായിച്ചേ. Yes, ma'am. In this article, we report a case of pertussis reinfection 30 years after natural infection, which was complicated by pneumonia, and we discuss our diagnostic and therapeutic approach. In our case study, a 40-year-old female patient called Maria, who presented with a prolonged paroxysmal cough that had been troubling her for 4 weeks. The cough was followed by gasping for breath and occasional vomiting. Maria was obese and had a history of recently diagnosed diabetic mellitus type 2. അപ്പൊ നമുക്ക് ഇതുവരെ നോക്കാം. അപ്പൊ ഈ ആർട്ടിക്കിളിൽ നിങ്ങൾ വായിക്കുന്ന ഈ ആർട്ടിക്കിളിൽ ഞങ്ങള് ഒരു 30 വർഷം നാച്ചുറൽ ഇൻഫെക്ഷൻ, ഒരു തവണ ഇൻഫെക്ഷൻ വന്നതിന് ശേഷം 30 വർഷത്തിന് ശേഷം രണ്ടാമത് പെർtusസിന്റെ ഇൻഫെക്ഷൻ വന്ന ഒരു പേഷ്യന്റിനെയാണ് അവർക്ക് വന്ന ന്യൂമോണിയ അവരുടെ കണ്ടീഷനെ കോംപ്ലിക്കേറ്റ് ചെയ്യുകയും ചെയ്തു. അവർക്ക് കൊടുത്ത ഡയഗ്നോസ്റ്റിക്കും തെറപ്യൂട്ടിക് അപ്രോച്ചാണ് നമ്മൾ പറയണേന്നാണ് ഇവർ പറഞ്ഞേക്കുന്നത്. ഇനി ആ പേഷ്യന്റിന്റെ പേര് 40-year-old ഫീമെയിൽ പേഷ്യന്റ് കോൾ മരിയ. അവര് എന്തായിട്ട് പ്രസന്റ് പ്രൊലോങ്ഡ് ഒരുപാട് നാളായിട്ടുള്ള പാരോക്സിസ്മൽ കോഫ് ആണ്. അത് അവള് 4 ആഴ്ചകളായിട്ട് അവൾക്ക് അത് ബുദ്ധിമുട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കോഫായിട്ടാണ് അവര് വന്നത്. ഈ കോഫിന് ശേഷം അവർക്ക് എന്താണ്, ശ്വാസം എടുക്കാൻ അവര് ഭയങ്കരമായിട്ട് ഗ്യാസ്പ് ചെയ്യാന്ന് വെച്ചാൽ അങ്ങനെ ശ്വാസം എടുക്കാൻ നമ്മൾ ആ ഒരു ഇതുണ്ടാവും, ഒച്ചയെടുത്ത് ഇങ്ങനെ ശ്വാസം, അങ്ങനത്തെ ഗ്യാസ്പിംഗ് ഫോർ ബ്രെത്ത്. പിന്നെ ആൾക്ക് എന്തുണ്ടായിരുന്നു, ഒക്കേഷണൽ വോമിറ്റിംഗ് ഉണ്ടായിരുന്നു.
ഓക്കെ, അപ്പൊ ഇതുകൊണ്ടൊക്കെയാണ് ആള് വന്നത്. മരിയ എന്തായിരുന്നു? ഒബീസ് ആയിരുന്നു. പിന്നെ ആൾക്ക് ഈ ഇടയ്ക്ക് എന്തുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു? ഡയബറ്റിക്സ് മെലിറ്റസ് ടൈപ്പ് 2 ഉണ്ടെന്ന് നമ്മൾ കണ്ടെത്തിയിരുന്നു. ഓക്കെ, ഇനി അടുത്തത് ഫ്രം ഹിയർ ടിൽ ദി എൻഡ്. മഞ്ജു. Yes, ma'am. She had received a 7-day course of amoxicillin clavinic acid and inhaled fluticasone with no clinical response. On physical examination, she appeared fatigued and had a low-grade fever, 37.4 degrees Celsius, and mild sinus tachycardia, while her blood pressure and oxygen saturation were normal. On lung auscultation, chest sounded clear. Her initial laboratory evaluation was normal, apart from elevated C-reactive protein (CRP). However, her chest X-ray demonstrated a right upper lobe consolidation. ഓക്കെ, അവര് പറയാം. അപ്പൊ അവര് പറഞ്ഞു അവര് 30 ഒരു തവണ ഇൻഫെക്ഷൻ വന്നതിന് ശേഷം 30 വർഷത്തിന് ശേഷമാണ് വന്നേക്കുന്നത്. ന്യൂമോണിയ അവരുടെ കണ്ടീഷനെ കോംപ്ലിക്കേറ്റ് ആക്കുകയും ചെയ്തു. അത് അവരുടെ ഡയഗ്നോസ്റ്റിക് തെറപ്യൂട്ടിക് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണേ. 40 വയസ്സുള്ളൊരു പേഷ്യന്റ് ആണ് മരിയ. വന്നത് ഒരുപാട് 4 ആഴ്ചകളായിട്ടുള്ള അതും പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഒരുപാട് നേരം ലാസ്റ്റ് ചെയ്ത പാരോക്സിസ്മൽ കോഫ് ആയിട്ടാണ്. അത് ചുമച്ച് കഴിഞ്ഞിട്ട് അവർക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ശ്വാസം എടുക്കാൻ സ്ട്രഗിൾ ചെയ്യാണ്. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് വോമിറ്റിംഗും ഉണ്ട്. ഓക്കെ, മരിയ ഒബീസ് ആയിരുന്നു. റീസെന്റ് അവൾക്ക് ഡയബറ്റിസ് ഉണ്ടെന്ന് നമ്മൾ ഡയഗ്നോസ് ചെയ്യുകയും ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്നിട്ട് അവർ പറയാണ് അവൾ എന്ത് റിസീവ് ചെയ്തു മരിയ? ഒരു 7 ദിവസത്തോട്ട് 7-day കോഴ്സ് ഓഫ് അമോക്സിസിലിൻ ക്ലാവിലേനിക് ആസിഡ് ആൻഡ് ഇൻഹേൽഡ് ഫ്ലോറ്റിക്കോസോൺ അത് വെച്ച് ട്രീറ്റ് ചെയ്തു. പക്ഷെ എന്തുണ്ടായിരുന്നില്ല? അതിന് കറക്റ്റ് ആയിട്ട് അവർ റെസ്പോണ്ട് ചെയ്തിരുന്നില്ല, ക്ലിനിക്കൽ റെസ്പോൺസ് ഉണ്ടായിരുന്നില്ല. ഇനി ഫിസിക്കൽ എക്സാമിനേഷൻ നമ്മൾ കണ്ടത് ആള് ഫെറ്റീഗ്ഡ് ആയിരുന്നു, ടയേർഡ് ആയിരുന്നു, ലോ ഗ്രേഡ് ഫീവർ ഓഫ് 37.4 ഡിഗ്രി സെൽഷ്യസ്, പിന്നെ മൈൽഡ് സൈനസ് ടാക്കിക്കാർഡിയ. പക്ഷെ അവരുടെ ബ്ലഡ് പ്രഷറും ഓക്സിജൻ സാച്ചുറേഷനും നോർമൽ ആയിരുന്നു. ഇനി ലങ് ഓസ്കൾട്ടേഷനിൽ ചെസ്റ്റ് ക്ലിയർ ആയിരുന്നു. ഇനി ലബോറട്ടറി വാലുവേഷൻ കാണിച്ചു നോർമൽ ആയിരുന്നു. പക്ഷെ ഒരേ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് ഇത്തിരി എലവേഷൻ ആയിരുന്നു. എന്തിലുള്ള എലവേഷൻ? CRP, സി റിയാക്റ്റീവ് പ്രോട്ടീൻ എലവേഷൻ. ഈ പക്ഷെ അവളുടെ എക്സ്റേ ഡെമോൺസ്ട്രേറ്റഡ് റൈറ്റ് അപ്പർ ലോബ് കൺസോളിഡേഷൻ എന്ന് വെച്ചാൽ ആൽവിയോളർ സ്പേസിൽ ഫ്ലൂയിഡ് അതിന്റെ ഒക്കെ ഒരു ഇത് കാണിച്ചിരുന്നു എക്സ്റേ. ഓക്കെ, അപ്പോ ആള് 30 വർഷം കഴിഞ്ഞിട്ടാണ് ഇൻഫെക്ഷൻ വന്നത്. 40 വയസ്സിന്റെ കുറച്ച് നേരം നീണ്ടു നിന്ന 4 ആഴ്ചകളായിട്ടുള്ള കോഫ് ആയിട്ടാണ് വന്നത്. കോഫ് കഴിഞ്ഞിട്ട് ശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, വൊമിറ്റിംഗ് ഉണ്ട്, ഒബീസ് ആയിരുന്നു. ഡയബറ്റീസിന്റെ ഹിസ്റ്ററി ഉണ്ട്. 7 ദിവസം അമോക്സിസിലിനും ഇൻഹെയിൽഡ് ഫ്ലൂറ്റിക്കാസോണും കൊടുത്തു, പക്ഷെ റെസ്പോൺസ് ഉണ്ടായിരുന്നില്ല. ഫിസിക്കൽ എക്സാമിനേഷൻ ആള് ടയേർഡ് ആയിരുന്നു, ലോ ഗ്രേഡ് ഫീവർ ഉണ്ടായിരുന്നു, പക്ഷെ ബ്ലഡ് പ്രഷറും ഓക്സിജൻ സാച്ചുറേഷൻ നോർമൽ ആയിരുന്നു. ലങ് എക്സാമിനേഷനിൽ ചെസ്റ്റിൽ ക്ലിയർ ആയിരുന്നു, ചെസ്റ്റ് സൗണ്ട് ക്ലിയർ ആയിരുന്നു. ലാബില് എല്ലാം നോർമൽ ആയിരുന്നു, പക്ഷെ ഇത്തിരി എലവേറ്റഡ് CRP ഉണ്ടായിരുന്നു. പക്ഷെ അതല്ലാതെ പിന്നെ എന്താ ചെസ്റ്റ് എക്സ്റേ കാണിച്ചത് ഒരു റൈറ്റ് അപ്പർ ലോബ് കൺസോൾട്ടേഷൻ എന്ന് വെച്ചാൽ ഫ്ലൂയിഡ് ടിഷ്യൂ സെൽ അതൊക്കെ ആൽവിയോലൈ സ്പേസിൽ വന്നേക്കുന്ന ഒരു സംഭവമായിട്ടാണ് കണ്ടത്. ഓക്കെ, അപ്പൊ നോക്കി come on, all of you. Okay, I hope I have conveyed myself clearly here. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. മഞ്ജു, ഓപ്ഷൻസ് വായിച്ചോ? Yes, ma'am. Option A, her comorbidities effectively delayed the diagnosis. അവളുടെ പല അസുഖങ്ങള് അവളുടെ ഡയഗ്നോസിസിനെ ഡിലേ ചെയ്യിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടോ അവിടെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നമ്മളായിട്ട് ഊഹിക്കരുത് ഡിലേ. അവിടെ പറഞ്ഞ ന്യൂമോണിയ കോംപ്ലിക്കേറ്റ് ചെയ്തു, അവൾ ഒബീസ് ആണ്, ഡയബറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അവളുടെ കൊമോബിഡിറ്റീസ് അവളുടെ ഡയഗ്നോസിസിനെ ഡിലേ ചെയ്തു എന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. അടുത്തത്, she did not respond to initial treatment with antibiotics. എന്ത് തോന്നുന്നു നിങ്ങൾക്ക്? Yes, ma'am. അതായിരിക്കാം അല്ലെ? അതായിരിക്കും. അപ്പൊ നമുക്ക് അടുത്ത 2 ഓപ്ഷൻ നോക്കിയിട്ട് അത് ചൂസ് ചെയ്യാം കേട്ടോ. അടുത്ത 2 വായിച്ചോളൂ. Her weight was not contributory factor in her contracting the illness. അവൾക്ക് ഈ അസുഖം അല്ലെങ്കിൽ അവൾക്ക് ഈ അസുഖം കിട്ടിയത് കൺട്രാക്ട് ചെയ്തതിൽ അവളുടെ വെയിറ്റ് ഒരു ഫാക്ടർ അല്ലായിരുന്നു എന്നൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ടോ? ഒബേസ് ആണ് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അതും ഇതായിട്ട് വല്ല കണക്ഷൻ ഉണ്ട് അല്ലെങ്കിൽ കണക്ഷൻ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നമ്മളായിട്ട് ഊഹിക്കരുത് അവിടെ പറഞ്ഞിട്ടില്ല. അടുത്ത് തന്നെ, she was suspected of having the condition during a physical examination. ഒരു ഫിസിക്കൽ എക്സാമിനേഷൻ സമയത്താണ് നമുക്ക് ഈ കണ്ടീഷൻ സംശയം തോന്നിയെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഫിസിക്കൽ എക്സാമിനേഷന്റെ റിസൾട്ട് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അവൾക്ക് അസുഖം ഉണ്ടെന്ന് നമ്മളൊരു ഫിസിക്കൽ എക്സാമിനേഷൻ സമയത്താണ് സംശയിച്ചത് എന്ന് പറയുന്നില്ല. പക്ഷെ അവിടെ പറയുന്നുണ്ട് നമ്മൾ അമോക്സിസിലിനും മറ്റേ ഇൻഹെയിൽ ചെയ്യാൻ എന്തോ കൊടുത്തു, പക്ഷെ അതിൽ ക്ലിനിക്കലി റെസ്പോണ്ട് ചെയ്തില്ല. അതുകൊണ്ട് ബി ആണ് ആൻസർ. ക്ലിക്ക് ആയോ? ഒന്ന് നോക്കിയേ. ഓക്കെ അല്ലേ? ആർ ഓൾ ഓഫ് യു വിത്ത് മീ? ഇത് ക്ലിയർ കട്ട് ആയിട്ട് മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ?
ഓക്കെ ആണോ? ഒന്ന് പറഞ്ഞേ, ഓക്കെ ആണോ? Yes, ma'am. ഓക്കെ, പെർഫെക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ ഇടും. സന്ധ്യ അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചോ. What was revealed about Maria's previous infection by her medical records? What was revealed about Maria's previous infection by her medical records? നമുക്ക് എന്താ ഇവിടെ കണ്ടുപിടിക്കണം? എന്താ? എന്താണ് മെഡിക്കൽ റെക്കോർഡ്സിന് പ്രീവിയസ് ഇൻഫെക്ഷനെ കുറിച്ച് എന്ത് ഇൻഫർമേഷൻ ആണ് കിട്ടിയെന്നുള്ളത്? Correct, and all of you correct. Okay, revelation. Okay, one second. Okay, her medical records revealed what about her previous infection? അവളുടെ മെഡിക്കൽ റെക്കോർഡ്സ് അവളുടെ പ്രീവിയസ് ഇൻഫെക്ഷനെ കുറിച്ച് എന്താണ് റിവീൽ ചെയ്തത്? Okay, her medical records revealed what about her previous infection. Okay, നോക്ക, പ്രീവിയസ് ഇൻഫെക്ഷനെ കുറിച്ചാട്ടോ നമുക്ക് അറിയേണ്ടത്. ഓക്കെ, റെഡി അല്ലേ? വായിച്ചു നോക്കാം കേട്ടോ. ഓക്കെ, ഓൾറൈറ്റ്. തേർഡ് പാരഗ്രാഫ്. യെസ്, തേർഡ് പാരഗ്രാഫ് വായിച്ചോളൂ കേട്ടോ. നിങ്ങൾ ഇല്ല, take a second. All of you go through it, then we will read. Okay, go through it. Take 55 seconds, go through the extract. Okay, Sandhya, ഇവിടെ വരെ വായിച്ചോളൂ കേട്ടോ. ഇവിടെ വരെ വായിച്ചോളൂ. After looking at her personal medical record, we discovered that Maria had undergone a pertussis infection at the age of 10. The original diagnosis had been confirmed by a positive result for Bordetella pertussis nasopharyngeal aspirate specimen culture, and the disease had been treated with erythromycin. She had never been vaccinated against the disease, as confirmed by her mother, who was also interviewed. അപ്പോ അവളുടെ പേഴ്സണൽ മെഡിക്കൽ റെക്കോർഡിൽ നോക്കിയതിനു ശേഷം ഞങ്ങൾ ഡിസ്കവർ ചെയ്തു മരിയക്ക് ഇൻഫെക്ഷൻ, ഈ whooping cough-ന്റെ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ പെർtussis ഇൻഫെക്ഷൻ 10-ാം വയസ്സിലുണ്ടായിരുന്നു. അന്നത്തെ ഡയഗ്നോസിസ് എന്ത് മൂലമാണ് കൺഫേം ചെയ്തത്? ഒരു പോസിറ്റീവ് റിസൾട്ട് അവളുടെ സ്പെസിമെൻ കൾച്ചറിൽ, ആസ്പിറേറ്റ് സ്പെസിമെൻ കൾച്ചറിൽ ഒരു പോസിറ്റീവ് റിസൾട്ട് ആയിരുന്നു. എന്തിന്? ബോർഡറ്റെല്ല പെർtussis നാസോഫാരൻജിയൽ ആസ്പിറേറ്റ് സ്പെസിമെൻ കൾച്ചറിൽ പോസിറ്റീവ് റിസൾട്ട് ആയിരുന്നു കാണിച്ചത്. ആൻഡ് എന്നിട്ട് നമ്മൾ ഡിസീസ് എന്ത് വെച്ച് ട്രീറ്റ് ചെയ്തു? എറിത്രോമൈസിൻ വെച്ച് ട്രീറ്റ് ചെയ്തു. പിന്നെ അവളുടെ അമ്മേനെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ നമുക്ക് വേറൊരു കാര്യം കൺഫേം ആയി. എന്താണ്? ഇതിക്ക് മുൻപ് ഈ അസുഖത്തിന് ഇതിക്ക് മുമ്പ് ആൾക്ക് ഈ അസുഖത്തിനെതിരായിട്ട് വാക്സിനേഷൻ ഒന്നും കിട്ടിയിട്ടില്ല, അല്ലെ? എളുപ്പമല്ലേ? മനസ്സിലായില്ലേ? ഓക്കെ, ഇനി ലാസ്റ്റ് 2 സെന്റൻസ് കൂടി വായിച്ചു സന്ധ്യ. Maria was treated with a 7-day clarithromycin course, 500 mg twice a day, which resulted in the control of her symptoms within the next 2 weeks. No other similar case was reported amongst the patient's relatives or colleagues, so the source of transmission remains unknown. ഓക്കെ, അപ്പോ മരിയനെ നമ്മളിപ്പോ രണ്ടാഴ്ചത്തേക്ക് ക്ലരിത്രോമൈസിന്റെ 500 mg 2 തവണ ഒരു ദിവസത്തിൽ 2 തവണ വെച്ച് ട്രീറ്റ് ചെയ്തു. ആ 2 ആഴ്ചക്കുള്ളിൽ നമ്മുടെ സിംറ്റംസ് ഒക്കെ കൺട്രോളിൽ വന്നു. പിന്നെ വേറൊരു ഇതേ കേസോ അവളുടെ കൊളീഗ്സിന്റെയോ റിലേറ്റീവ്സിന്റെയോ ഇടയിലൊന്നും ഇതുപോലത്തെ കേസ് വേറെ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എങ്ങനെ ഈ അസുഖത്തിന്റെ സോഴ്സ് എന്താണ് എന്നുള്ളത് അൺനോൺ ആണ്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കി. പേഴ്സണൽ മെഡിക്കൽ റെക്കോർഡിൽ നിന്ന് നമുക്ക് മനസ്സിലായി ആൾക്ക് 10-ാമത്തെ വയസ്സിൽ പെർtussis ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെന്ന് മനസ്സിലായി. അന്നത്തെ ആ ഒറിജിനൽ ഡയഗ്നോസിസ് കൺഫേം ചെയ്തത് ഈ ആസ്പിറേറ്റ് സ്പെസിമെൻ കൾച്ചറിൽ പോസിറ്റീവ് റിസൾട്ട് ആണ്. എന്നിട്ട് അന്ന് എറിത്രോമൈസിൻ വെച്ച് ട്രീറ്റ് ചെയ്തു. അമ്മ പറഞ്ഞു ആൾക്ക് ഒരിക്കലും ഇതിന്റെതിരായിട്ടുള്ള വാക്സിൻ ലഭിച്ചിട്ടില്ല എന്നും. അപ്പൊ നമ്മൾ ആളെ 7 ദിവസത്തോട്ടുള്ള ക്ലരിത്രോമൈസിൻ വെച്ച് ട്രീറ്റ് ചെയ്തു. അതുകൊണ്ട് 2 ആഴ്ച കൊണ്ട് നമുക്ക് ആ സിംറ്റംസ് ഒക്കെ കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഇതുപോലത്തെ വേറൊരു കേസ് അവളുടെ റിലേറ്റീവ്സിന്റെയോ കൊലീഗ്സിന്റെയോ ഇടയിലോ ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ എവിടെ നിന്നാണ് ഈ അസുഖം കിട്ടിയെന്നുള്ളത് നമുക്ക് അറിയത്തില്ല. ഓക്കെ ആയില്ലേ? മനസ്സിലായോ? ഓക്കെ, ഇത് സ്ട്രേറ്റ് ഫോർവേഡ് ആട്ടോ. ഞാനിപ്പോ ചോദ്യത്തിലോട്ട് പോവാണ്. നമുക്ക് അറിയേണ്ടത് എന്താണ് മെഡിക്കൽ റെക്കോർഡ്സ് പ്രീവിയസ് ഇൻഫെക്ഷനെ കുറിച്ച് റിവീൽ ചെയ്തതെന്നാണ്, അല്ലെ? അപ്പൊ ഒന്ന് വായിച്ചോളൂ സന്ധ്യ, ഓപ്ഷൻസ് 1 by 1 വായിച്ചോളൂ. The likely source of the infection. അവളുടെ പ്രീവിയസ് ഇൻഫെക്ഷന്റെ സോഴ്സ് നമുക്കറിയോ? എവിടെന്നാ കിട്ടിയെന്ന് അറിയോ? No. ശരിയാണ്, നമുക്കറിയില്ല. അപ്പൊ അതല്ല. അടുത്തത് her vaccination status at the time. അത് നമുക്കറിയോ?
പ്രീവിയസ് ഇൻഫെക്ഷൻ ആണ് നമ്മൾ നോക്കണേ. അപ്പൊ അപ്പോഴത്തെ വാക്സിനേഷൻ സ്റ്റേറ്റസ് നമുക്ക് അറിയോ? No, no. നിങ്ങൾ ചാടി വീഴരുത്. ബി അല്ല നോക്കി, നമ്മൾ എന്താ നോക്കണേ? അവളുടെ മെഡിക്കൽ റെക്കോർഡ്സ് പ്രകാരം നമുക്ക് അവളുടെ പ്രീവിയസ് ഇൻഫെക്ഷനെ കുറിച്ച് എന്താണ് മെഡിക്കൽ റെക്കോർഡ്സ് റിവീൽ ചെയ്തതെന്നാ നമുക്ക് കണ്ടുപിടിക്കണ്ടേ. അപ്പോ ആ സമയത്ത് അറ്റ് ദ ടൈം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ അല്ല, ആ സമയത്തെ വാക്സിനേഷൻ സ്റ്റേറ്റസ് നമുക്ക് അറിയോ? ആ ആദ്യത്തെ പ്രീവിയസ് ഇൻഫെക്ഷന്റെ സമയത്തെ ഇല്ല, നമുക്കറിയില്ല. പ്രീവിയസ് ഇൻഫെക്ഷനും ഇനി അടുത്തത്. പിന്നെ വാക്സിനേഷൻ സ്റ്റേറ്റസ് പറഞ്ഞത് അമ്മയാണ്, മെഡിക്കൽ റെക്കോർഡ്സ് അല്ല. ഓക്കെ, അടുത്തത്. How the diagnosis was arrived at. എങ്ങനെയാണ് നമ്മൾ അസുഖം ഡയഗ്നോസ് ചെയ്തത് എന്നുള്ള ഇൻഫർമേഷൻ ആണോ മെഡിക്കൽ റെക്കോർഡ്സ് പ്രീവിയസ് ഇൻഫെക്ഷനെ കുറിച്ച് പറഞ്ഞു തരുന്നത്? ലാസ്റ്റ് വൺ madam കാണില്ല. ഓക്കെ, വാട്ട് അബൌട്ട് നൗ? The exact nature of her symptoms. അവളുടെ സിംറ്റം അന്നുണ്ടായ പ്രീവിയസ് ഇൻഫെക്ഷന്റെ സമയത്തുള്ള എക്സാക്ട് നേച്ചർ ഓഫ് സിംറ്റംസ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നമുക്ക് എന്താ അറിയണേ? ആ കൾച്ചർ സ്പെസിമെനിലൂടെ ഡയഗ്നോസ് ചെയ്തു എന്നല്ലേ? അപ്പൊ ആൻസർ ഇസ് സി. ഓൾ ഓഫ് യു കറക്റ്റ്, സി ആണ് ആൻസർ. ഓക്കെ, ഇത് എളുപ്പമാട്ടോ, അതുകൊണ്ടാണ് ഞാൻ അടുത്തതിലോട്ട് പോണേ. ഓക്കെ, അടുത്ത ക്വസ്റ്റിനോട്ട് ഞാൻ പോവാട്ടോ. ഒരു മിനിറ്റ്. ഐശ്വര്യ, അടുത്ത ക്വസ്റ്റൻ ഒന്ന് വായിച്ചേ. Unmute yourself so I can hear. Yes. Okay, ma'am. 18th question. In the fourth paragraph, the phrase this clinical course refers to. നമുക്കപ്പൊ എന്താ കണ്ടുപിടിക്കേണ്ടത്? ദിസ് ക്ലിനിക്കൽ കോഴ്സ് എന്തിനാണ് റെഫർ ചെയ്യുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എപ്പോഴൊക്കെയാണോ നിങ്ങൾക്ക് this, these, those, that, which ഇതൊക്കെ നിങ്ങൾക്ക് വരുമ്പോ നിങ്ങൾ എന്ത് വേണം? മുൻപ് ഓക്കെ, ഓഫ് കോഴ്സ് വൊക്കാബുലറി ഉള്ള സെന്റൻസിന് മുമ്പുള്ള സെന്റൻസുകളായിരിക്കും നിങ്ങളുടെ ആൻസർ. ഓക്കെ, ഓൾറൈറ്റ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഒന്നോ രണ്ടോ സെന്റൻസ് മുൻപ് തുടങ്ങാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് നോക്കാം. ഇവിടെയാണ് ഇതാണ് നമ്മുടെ സെന്റൻസ് വൊക്കാബ് ഉള്ളത്. നമുക്ക് ഒരു സെന്റൻസ് മുൻപ് പോവാം. ഇവിടെ ഓക്കെ, ഞാനൊരു കാര്യം ചെയ്യാം കേട്ടോ. ഇവിടെ എനിക്ക് നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു തരണം. സോ പൊതുവെ നിങ്ങൾ 2 സെന്റൻസ് മുമ്പ് പോയാൽ മതി. ബട്ട് എനിക്ക് ഇവിടെ ഒരു കാര്യം ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഇവിടം വരെ വായിപ്പിക്കണേ കേട്ടോ. നിങ്ങൾ ഇവിടെ നിന്ന് ഇവിടം വരെ വായിച്ചു. പൊതുവെ നിങ്ങൾ ആ വൊക്കാബ് ഉള്ള സെന്റൻസ്, വേർഡ് ദിസ് ഉള്ള സെന്റൻസ്, അതിന്റെ തൊട്ട് മുമ്പത്തെ സെന്റൻസ് അല്ലെങ്കിൽ ഒരു സെന്റൻസ് കൂടി മുമ്പ് പോയാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. പക്ഷെ ഇന്ന് എനിക്ക് ഇവിടെ ഒരു കാര്യം ക്ലിയർ കട്ട് ആയിട്ട് കൺവേ ചെയ്യാനാണ് ഞാൻ ഇവിടെ നിന്ന് നിങ്ങൾ ഇവിടം വരെ വായിച്ചു കേട്ടോ. ഗോ ഹെഡ്, ടേക്ക് 55 seconds, go through it, all of you. ഓക്കെ, ഒന്ന് വായിച്ചു. ഇവിടെ വരെ ഒന്ന് വായിച്ചു ഐശ്വര്യ. ഫ്രം ഹിയർ. ഓക്കെ, ഒരു മിനിറ്റ്. ഇവിടെ വരെ വായിച്ചു. The classical description of the clinical course of pertussis includes 3 stages: catarrhal, paroxysmal, and convulsion. These stages are encountered in the majority of the cases. Still, in older or immunized patients, some attenuation of symptoms, especially of paroxysmal stage, can be observed. അപ്പൊ നമുക്ക് ഇത്രയും മനസ്സിലാക്കാം. ക്ലാസിക്കൽ ഡിസ്ക്രിപ്ഷൻ എന്ന് വെച്ചാൽ പൊതുവെയുള്ള ഡിസ്ക്രിപ്ഷൻ എന്തിന്റെയാണ്? ഈ ക്ലിനിക്കൽ കോഴ്സ്, ഈ അസുഖത്തിന്റെ ക്ലിനിക്കൽ കോഴ്സിന്റെ ഡിസ്ക്രിപ്ഷൻ പൊതുവെ 3 സ്റ്റേജസിലാണ്. കാറ്ററൽ, പെറോക്സിസ്മൽ ആൻഡ് കൺവൽസൻ. ഈ 3 സ്റ്റേജസ് ആണ് ക്ലാസിക്കൽ ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, ഈ അസുഖത്തിന്റെ these stages are encountered. ഒട്ടുമിക്ക കേസസിലും ഈ 3 സ്റ്റേജസ് നമുക്ക് ഈ സ്റ്റേജസ് നമുക്ക് കാണാം, നമുക്ക് കിട്ടും. എന്നിരുന്നാൽ കൂടി സ്റ്റിൽ in older or immunized patient, മുതിർന്ന ആൾക്കാർ, ഇത്തിരി വയസ്സായ ആൾക്കാർ അല്ലെങ്കിൽ ഇമ്മ്യൂണൈസേഷൻ കിട്ടിയ പേഷ്യൻസ്, അവരില് സിംറ്റംസ് അറ്റുനുവേഷൻ കാണാം. അറ്റുനുവേഷൻ എന്ന് വെച്ചാൽ വീക്ക് ആവും. ഓക്കെ, അത് നമുക്ക് ഈ സിംറ്റംസ് വീക്ക് ആവുന്നത് നമുക്ക് ഒബ്സർവ് ചെയ്യാം. ഏത് സ്റ്റേജില്? പെറോക്സിസ്മൽ സ്റ്റേജ്. ഇത്രയാണ് പറഞ്ഞത്. അപ്പൊ ക്ലാസിക്കലി നമുക്ക് 3 സ്റ്റേജസ് ആണുള്ളത് പെർട്യൂസിസിന്: കാറ്ററൽ സ്റ്റേജ്, പെറോക്സിസ്മൽ സ്റ്റേജ്, കൺവൽസൻ സ്റ്റേജ്. ഓക്കെ, ഈ സ്റ്റേജസ് ഒട്ടുമിക്ക കേസുകളിലും നമുക്ക് കാണാൻ പറ്റും. എന്നാലും ഒത്തിരി വയസ്സായ മുതിർന്ന ആൾക്കാരിൽ അല്ലെങ്കിൽ ഇമ്മ്യൂണൈസേഷൻ കിട്ടിയ ആൾക്കാരിൽ ഈ സിംറ്റംസ് ഇതിന്റെ സിംറ്റംസ് വീക്കർ ആവും. ഏത് സ്റ്റേജില്? പെറോക്സിസ്മൽ സ്റ്റേജിൽ വീക്ക് ആവുന്നത് നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത്രയും പറയാം. ഇനി അടുത്ത 2 സെന്റൻസ് ഇവിടെ വരെ വായിച്ചോളൂ. In adult, the clinical pictures may be atypical, and the predominant symptoms is the prolonged cough, which in up to 90% of the cases is paroxysmal in nature. This clinical course often results in the underdiagnosis or misdiagnosis of the disease in adult as post-viral cough, asthma, or chronic sinusitis.
അപ്പൊ ഇത്രയും അവർ പറഞ്ഞു, ക്ലാസിക്കൽ ഡിസ്ക്രിപ്ഷൻ പറഞ്ഞു, എന്നിട്ട് പറഞ്ഞു പൊതുവെ ഒട്ടുമിക്ക കേസിൽ ഇത് കണ്ടുവരും, എന്നിട്ട് അവർ പറഞ്ഞു മുതിർന്ന ആൾക്കാരിൽ ഇമ്മ്യൂണൈസേഷൻ ഓൾറെഡി കിട്ടിയ ആൾക്കാരിൽ സിംറ്റംസ് ഈ പാരോക്സിസ്മൽ സ്റ്റേജിൽ എത്തുമ്പോൾ വീക്ക് ആവും, അത് വീക്ക് ആവും നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവർ പറയുന്നത് അഡൽട്സിൽ, ഓക്കെ, മുതിർന്ന ആൾക്കാരിൽ അല്ലെങ്കിൽ പ്രായപൂർത്തിയായ ആൾക്കാരിൽ ദ ക്ലിനിക്കൽ പിക്ചർ മേ ബി എറ്റിപ്പിക്കൽ, ക്ലിനിക്കൽ സിറ്റുവേഷൻ എറ്റിപ്പിക്കൽ ആവും. എന്ന് വെച്ചാൽ എന്താ, ടിപ്പിക്കൽ ആണോ? അല്ല, നോട്ട് ടിപ്പിക്കൽ അല്ലെ, നോട്ട് ടിപ്പിക്കൽ. അപ്പൊ ഇവിടെ ടിപ്പിക്കൽ ക്ലിനിക്കൽ പിക്ചർ എന്താ? ടിപ്പിക്കൽ ആയിട്ട് എങ്ങനെയാ ക്ലിനിക്കൽ പിക്ചർ? നമുക്ക് ഈ പറഞ്ഞ സംഭവം, സോറി, ഈ 3 സ്റ്റേജ് നമ്മൾ ക്ലിനിക്കൽ എറ്റിപ്പിക്കൽ ആണെന്ന് പറഞ്ഞു. പക്ഷെ ടിപ്പിക്കലി ഈ 3 സംഭവമാണ്, അല്ലെങ്കിൽ ഈ 3 സ്റ്റേജസ് ഉണ്ടാവും. പക്ഷെ അഡൽട്സിൽ ക്ലിനിക്കൽ സിറ്റുവേഷൻ എറ്റിപ്പിക്കൽ ആയിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും. അവർക്ക് മെയിൻ പ്രിഡോമിനന്റ് സിംറ്റംസ് എന്തായിരിക്കും? പ്രൊലോങ്ഡ് കോഫ് ആയിരിക്കും. ഓക്കെ, അത് 90% ഓഫ് ദ കേസസിലും എന്താണ്? പ്രൊലോങ്ഡ് പെറോക്സിസ്മൽ കോഫ് ആയിരിക്കും. അതാണ് അതിന്റെ നേച്ചർ. ഈ ക്ലിനിക്കൽ കോഴ്സ് എന്തിൽ റിസൾട്ട് ചെയ്യുന്നു? അണ്ടർ ഡയഗ്നോസിസിലോ, കറക്റ്റ് ആയിട്ട് ഡയഗ്നോസ് ചെയ്യാതെയോ തെറ്റായിട്ടുള്ള ഡയഗ്നോസിസിലോ അഡൽട്സിൽ ഈ ക്ലിനിക്കൽ കോഴ്സ് കൊണ്ട് അത് സംഭവിച്ചിരിക്കാം. ഏത് ക്ലിനിക്കൽ കോഴ്സും കൊണ്ട്? ഏത് ക്ലിനിക്കൽ കോഴ്സും കൊണ്ട് പറഞ്ഞത്? അതാണോ ആ ക്ലിനിക്കൽ കോഴ്സ് ആണോ ഇവിടെ പറയണേ? അഡൽട്സിന്റെ കാര്യമല്ല ഇവിടെ. നോക്കിയേ, അവര് പറഞ്ഞു ക്ലാസിക്കലി 3 സ്റ്റേജസ് ഉണ്ട്, അതാണ് ഒട്ടുമിക്ക കേസുകളിലും ഉള്ളത്. ഓൾഡറും അല്ലെങ്കിൽ ഇമ്മ്യൂണൈസ്ഡ് ആയിട്ട് ആൾക്കാരിൽ സിംറ്റംസ് ഈ സ്റ്റേജിൽ എത്തുമ്പോൾ വീക്ക് ആയേക്കാം. അഡൽട്സില് ക്ലിനിക്കൽ പിക്ചർ ടിപ്പിക്കൽ അല്ല. ടിപ്പിക്കൽ അല്ല എന്ന് പറയുമ്പോൾ ടിപ്പിക്കൽ ഏതാ? ഈ 3 സ്റ്റേജാ. ഈ അഡൽട്സിൽ എന്താണ്? ടിപ്പിക്കൽ അല്ല. അവരിൽ എന്നിട്ട് മെയിൻ സിംറ്റം പ്രൊലോങ്ഡ് കോഫ് ആയിരിക്കും. 90% കേസസിലും പെറോക്സിസ്മൽ പ്രൊലോങ്ഡ് കോഫ് ആയിരിക്കും. ഈ ക്ലിനിക്കൽ കോഴ്സ് എന്തിലോട്ട് നയിക്കുന്നു? അണ്ടർ ഡയഗ്നോസിസോ മിസ്ഡയഗ്നോസിസോ. നമ്മൾ അങ്ങനത്തെ കണ്ടീഷൻ കോഫ് ആയിട്ടോ ആസ്മയായിട്ടോ ക്രോണിക് സൈനസൈറ്റിസ് ഒക്കെ ആയിട്ട് നമ്മൾ മിസ്ഡയഗ്നോസോ അണ്ടർ ഡയഗ്നോസോ ചെയ്തേക്കാം. ഏത് ക്ലിനിക്കൽ കോഴ്സിനെ പറയണേ? ഈ ക്ലാസിക്കൽ ഇവിടെ കിടക്കുന്നതിനെയാണോ പറയണേ? എറ്റിപ്പിക്കൽ. ഏത് എറ്റിപ്പിക്കൽ ക്ലിനിക്കൽ കോഴ്സ് ആണ്? ഏതാ? ആരിലുള്ള അഡൽട്സിലെ ക്ലിനിക്കൽ പിക്ചർ ടിപ്പിക്കൽ അല്ലായിരിക്കും. ടിപ്പിക്കൽ അല്ലായിരിക്കും എന്താ? ഈ 3 സ്റ്റേജസ് ഉണ്ടാവില്ല. അവരിൽ 90% കേസസിലും മെയിൻ സിംറ്റം ആയിട്ട് എന്തായിരിക്കും? ഈ പ്രൊലോങ്ഡ് കോഫും, എങ്ങനെ പെറോക്സിസ്മൽ പ്രൊലോങ്ഡ് കോഫ് ആയിരിക്കും 90% കേസസിലും. ആ ക്ലിനിക്കൽ കോഴ്സ് ആണ് അണ്ടർ ഡയഗ്നോസിസിലോ മിസ്ഡയഗ്നോസിസിലോ റിസൾട്ട് ചെയ്യുന്നത്. നിങ്ങൾ കോഴ്സ് കണ്ടത് കൊണ്ട് ഈ ഇത് എടുക്കരുത്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കി, ശരിക്കും വായിച്ചു നോക്കി. ഞാൻ പറഞ്ഞത് കണക്ട്. അപ്പൊ പൊതുവെ അതാ ഞാൻ പറഞ്ഞത്, ദിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആൻസർ തൊട്ട് മുമ്പത്തെ സെന്റൻസിലോ അതിന് ഒരു 2 സെന്റൻസ് മുമ്പായിരിക്കും. ഓക്കെ, പക്ഷെ ഇവിടെ ഈ ക്ലിനിക്കൽ കോഴ്സ് തൊട്ട് മുമ്പത്തെ സെന്റൻസിൽ, പക്ഷെ നിങ്ങൾ മീനിങ് മനസ്സിലാക്കണം. അവർ പറഞ്ഞു ക്ലാസിക്കലി ഇങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നത്. പക്ഷെ ഈ അഡൽട്സില് ക്ലിനിക്കൽ പിക്ചർ ടിപ്പിക്കൽ അല്ല. എന്ന് ടിപ്പിക്കൽ പിക്ചർ ഏതാ? ഈ സ്റ്റേജസുകളാണ് ടിപ്പിക്കൽ. അഡൽട്സിൽ ടിപ്പിക്കൽ അല്ല. അവരിലെ മെയിൻ സിംറ്റം പ്രൊലോങ്ഡ് കോഫ് ആണ്. അത് 90% കേസസിലും പെറോക്സിസ്മൽ ആയിട്ടുള്ള നേച്ചറിലുള്ള ആ ഒരു പ്രകൃതത്തിലുള്ള പ്രൊലോങ്ഡ് കോഫ് ആണ്. ആ ക്ലിനിക്കൽ കോഴ്സ് എന്തിലോട്ട് നയിക്കുന്നു? ഏത്? എറ്റിപ്പിക്കൽ ആയിട്ടുള്ള ക്ലിനിക്കൽ കോഴ്സ്. എറ്റിപ്പിക്കൽ ആയിട്ട് പ്രിഡോമിനന്റ് സിംറ്റം ആയിട്ട് പ്രൊലോങ്ഡ് കോഫും പെറോക്സിസ്മൽ നേച്ചറിലുള്ള പ്രൊലോങ്ഡ് കോഫ് വരുന്ന ആ ഒരു ക്ലിനിക്കൽ കോഴ്സ് എന്തിലോട്ട് റിസൾട്ട് ചെയ്യുന്നു? അഡൽട്സിലാട്ടോ ഒരു അണ്ടർ ഡയഗ്നോസിസിലോ മിസ്ഡയഗ്നോസിസിലോ റിസൾട്ട് ചെയ്യുന്നു. അതുകൊണ്ട് നമ്മൾ ഈ അസുഖങ്ങളൊക്കെയാണെന്ന് വിചാരിച്ചേക്കാം. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഈ പറഞ്ഞത് വ്യക്തതയോടുകൂടി മനസ്സിലായോ? നിങ്ങൾ കോഴ്സ് കണ്ട് ഫസ്റ്റ് ഇത് എടുക്കരുത്. നിങ്ങളൊന്ന് വായിച്ചു നോക്കി. ഷീമ, സ്നേഹ, സന്ധ്യ, അനു, ഞാൻ പറഞ്ഞൊന്ന് ചിന്തിച്ചു നോക്കി. ഈ ക്ലിനിക്കൽ കോഴ്സ് ഏത് ക്ലിനിക്കൽ കോഴ്സ്? ഇവിടെ പറഞ്ഞ ക്ലിനിക്കൽ പിക്ചർ എറ്റിപ്പിക്കൽ ആയിട്ടുള്ള ക്ലിനിക്കൽ പിക്ചർ. എങ്ങനെ എറ്റിപ്പിക്കൽ ആണ്? അവിടുത്തെ പ്രിഡോമിനന്റ് സിംറ്റം എന്താണ്? പ്രൊലോങ്ഡ് കോഫ് ആണ്. ആ ഒരു ക്ലിനിക്കൽ കോഴ്സ് എന്തിലോട്ട് നയിക്കുന്നു? അണ്ടർ ഡയഗ്നോസിസിലോ മിസ്ഡയഗ്നോസിസിലോ നയിക്കുന്നു. ഓക്കെ, അപ്പൊ പൊതുവേത്തെ സ്റ്റേജുകളും കോഴ്സും ഇങ്ങനെയാണ്. പക്ഷെ അഡൽട്സിൽ ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. ഓക്കെ, ആ ഒരു ക്ലിനിക്കൽ കോഴ്സ് എന്നാണ് പറഞ്ഞത്. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ കട്ടായിട്ട് മനസ്സിലായോ? ഐ നീഡ് ആൻസേഴ്സ്. ടെൽ മീ. മനസ്സിലായില്ല? പറഞ്ഞേ ക്ലിയർ കട്ടായിട്ട് മനസ്സിലായോ? അപ്പൊ ഓപ്ഷൻ നോക്കാം നമുക്ക്. ഓപ്ഷൻ മറന്നു പോകല്ലേ കേട്ടോ. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഒന്ന് വായിച്ചേ. ആരെ വായിച്ചുകൊണ്ടിരുന്ന ഓപ്ഷൻസ് ചേർത്ത് വായിക്കാം കേട്ടോ. Okay, ma'am. In the 4th paragraph, the phrase "this clinical course" refers to the 3 classical stages of pertussis. ആണോ സന്ധ്യ? അതാണോ? എ ആണോ? സ്മിത, എ ആണോ? 3 ക്ലാസിക്കൽ സ്റ്റേജസിനെയാണോ റെഫർ ചെയ്യണേ? No, ma'am. അല്ല. അടുത്ത് വായിച്ചോ. In the 4th paragraph, the phrase "this clinical course" refers to the misdiagnosis of pertussis in adults. മിസ്ഡയഗ്നോസിസ് അത് കഴിഞ്ഞിട്ടല്ലേ പറഞ്ഞേക്കണേ? അപ്പൊ അതാണോ ആൻസർ? അല്ല, മിസ്ഡയഗ്നോസിസ് ക്ലിനിക്കൽ കോഴ്സ് കഴിഞ്ഞിട്ടാ mention. അപ്പൊ അതല്ലാട്ടോ ആൻസർ. അടുത്തത്
In the fourth paragraph, the phrase "this clinical course" refers to one of the classic stage of pertussis being absent. ഏതെങ്കിലും ഒരു സ്റ്റേജ് ആബ്സെന്റ് ആയിരിക്കും എന്നോട് പറഞ്ഞിട്ടുണ്ടോ? No. പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അവിടെ ആബ്സെന്റ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു സ്റ്റേജ് ആബ്സെന്റ് നിങ്ങളായിട്ട് ഊഹിക്കില്ലേ അവിടെ ആബ്സെന്റ് ആണെന്ന് അവരോട് പറഞ്ഞിട്ടുണ്ടോ? എറ്റിപ്പിക്കൽ ആയിരിക്കും, മെയിൻ സിംറ്റം ഇതായിരിക്കും എന്നാണ് പറയുന്നത്. എന്തെങ്കിലും ആബ്സ് എന്തെങ്കിലും ഇല്ലാതിരിക്കും എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ക്ലാസിക്കൽ വൺ ഓഫ് ദ ക്ലാസിക്കൽ സ്റ്റേജസിൽ ഒരെണ്ണം ആബ്സെന്റ് ആയിരിക്കും എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. നിങ്ങളായിട്ട് അസ്യൂം ചെയ്യില്ല. അപ്പൊ ആൻസർ എന്താ? ഡി ആണ്. ഓപ്ഷൻ ഒന്ന് വായിച്ചേ. Okay, ma. In the fourth paragraph, the phrase "this clinical course" refers to one symptom of pertussis being more apparent than the other. More clear than the others. One symptom is becoming more apparent, more clear. ആ symptom ഏതാ? Paroxysmal cough അല്ലേ? Predominant symptom. ആ symptom ആയിരിക്കും ഏറ്റവും കൂടുതൽ apparent. ഓക്കെ, 90% കേസസിലും. ഓക്കെ, അതാണ് ആ ക്ലിനിക്കൽ പിക്ചർ മേ ബി എറ്റിപ്പിക്കൽ എന്ന് വെച്ചാൽ ക്ലിനിക്കൽ കോഴ്സ് എറ്റിപ്പിക്കൽ ആയിരിക്കും എന്ന് പറഞ്ഞത്. എങ്ങനെയാണ് എറ്റിപ്പിക്കൽ? ഒരു സിംറ്റം ആണ് പ്രിഡോമിനൻസ്. ഈ സിംറ്റം ആയിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. വൺ സിംറ്റംസ് ഓഫ് ഏതാണ് ആ വൺ സിംറ്റം? വൺ സിംറ്റം ഏതാ? പ്രൊലോങ്ഡ് കോഫ്. പ്രൊലോങ്ഡ് കോഫ് ഓഫ് which is paroxysmal in nature. Paroxysmal in nature. Paroxysmal in nature. അതല്ലേ ക്ലിയർ കട്ടായിട്ട് മനസ്സിലായി? ഇവിടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് ഒന്ന് പറഞ്ഞേ. Come on, tell me. I need answers. നിങ്ങൾ മിണ്ടാതിരുന്ന സംഭവം ശരിയാവില്ല. പറഞ്ഞേ. ഐശ്വര്യ, രാധിക, മഞ്ജു, സ്മിത, അനു, ക്ലിയർ കട്ടായിട്ട് മനസ്സിലായോ? ഓക്കെ, മാം ഈ 3 ക്ലാസിക് സ്റ്റേജസ് അത് ചിൽഡ്രന്റെ ആണെന്ന് എവിടെയാ മാം പറഞ്ഞിരിക്കുന്നത്? അവര് ചിൽഡ്രന്റെ ആണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അവർ പൊതുവെ 3 സ്റ്റേജ്. ഞാൻ ചിൽഡ്രന്റെ എന്ന് പറഞ്ഞു. ഇവിടെ ചിൽഡ്രന്റെ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അതെവിടുന്ന് ചിൽഡ്രൻ വന്നേ? മാം പറഞ്ഞില്ലേ അഡൽട്സിന് മറ്റേതാണ്. അപ്പൊ ഇത് അവര് ചിൽഡ്രൻ. ഞാൻ ചിൽഡ്രൻ എന്ന് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ അഡൽസിന്റെ കാര്യം ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് ചിൽഡ്രനെ കുറിച്ച് അഡൽസിൽ അവർ ഞാൻ പറഞ്ഞത് ചിൽഡ്രനെ കുറിച്ച് പറഞ്ഞതല്ല ഞാൻ പറഞ്ഞത് അഡൽസിന്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇൻ അഡൽസ്. ഓക്കെ, ഇവിടെ അവര് ചിൽഡ്രൻ പൊതുവെയുള്ള 3 സ്റ്റേജ് ആണ്. എന്നിട്ട് അവർ മുതിർന്ന ആൾക്കാരിൽ ഇൻ അഡൽസ് എന്ന് പറഞ്ഞത്. ഞാൻ കുട്ടികളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞേ. കുട്ടികളെ വെച്ച് കമ്പയർ ചെയ്യില്ലേ? അവര് കുട്ടികളുടെ നമുക്ക് അറിയില്ല, നമ്മളായിട്ടൊന്നും ഊഹിക്കണ്ട. അവിടെ പറഞ്ഞത് ഇൻ അഡൽസ്, മുതിർന്ന ആൾക്കാരിൽ എന്ന് പറഞ്ഞിട്ടാണ് ഈ ക്ലിനിക്കൽ പിക്ചർ പറഞ്ഞത്. അപ്പൊ ഈ ദിസ് കോഴ്സ് എന്നുള്ളത് ഈ ക്ലിനിക്കൽ ഏത് ക്ലിനിക്കൽ പിക്ചറിനെയാണ് ഈ ദിസ് കോഴ്സ് റെഫർ ചെയ്യണേ? എറ്റിപ്പിക്കൽ ആയിട്ട് പ്രൊലോങ്ഡ് കോഫ്, പാരോക്സിസ്മൽ നേച്ചറിലുള്ള പ്രൊലോങ്ഡ് കോഫ് പ്രിഡോമിനന്റ് ആവുന്ന ഒരു സിറ്റുവേഷൻ, അതിനെയാണ് ക്ലിനിക്കൽ കോഴ്സ് റെഫർ ചെയ്യുന്നത്. കിഡ്സിന്റെ ആണോ എന്ന് എനിക്കറിയില്ല. ഞാൻ അഡൽസിന്റെ കാര്യം പറഞ്ഞു പറഞ്ഞു. നിങ്ങളായിട്ട് അസ്യൂം ചെയ്യില്ല കിഡ്സിന്റെ കാര്യമാണോ മറ്റേ മുൻപ് പറഞ്ഞേക്കുന്ന പോയിന്റ്സ് എന്ന്. അല്ല, പൊതുവെ 3 ക്ലാസിക്കലി 3 സ്റ്റേജസ് ഉണ്ട്. എന്നിട്ട് ഇൻ അഡൽസിൽ മുതിർന്ന ആൾക്കാരിൽ എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞേക്കാം. ഓക്കെ, ക്ലിയർ കട്ടായിട്ട് മനസ്സിലായോ? ഓക്കെ, ഓൾറൈറ്റ്. ഓക്കെ, കുട്ടികളുടെ കാര്യം പറഞ്ഞിട്ടില്ല. അഡൽസിന്റെ കാര്യം 3 സ്റ്റേജ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിൽ അഡൽസിന്റെ കാര്യം എടുത്ത് പറഞ്ഞേക്കാം. ഓക്കെ, ഓൾറൈറ്റ്. അപ്പൊ അഡൽസിന്റെ പറഞ്ഞതുകൊണ്ട് ആ മുൻപ് പറഞ്ഞ പോയിന്റ് കുട്ടികളുടെ ആണോ അത് നമുക്കറിയില്ല. അത് പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്കത് പറയാം. ഓക്കെ, ഓൾറൈറ്റ്. എനിവേ 3 ക്ലാസിക് സ്റ്റേജസ് അല്ല ആൻസർ. ഇനിയിപ്പോ കുട്ടികൾ എന്ന് പറഞ്ഞാൽ കൂടി അതല്ല ആൻസർ. അവിടെ തൊട്ട് മുൻപത്തെ സെന്റൻസിൽ പറഞ്ഞ ക്ലിനിക്കൽ പിക്ചർ, ആ ക്ലിനിക്കൽ പിക്ചറിനെയാണ് ഈ ക്ലിനിക്കൽ കോഴ്സ് റെഫർ ചെയ്യുന്നത്. എറ്റിപ്പിക്കൽ ആയിട്ടുള്ള ക്ലിനിക്കൽ എറ്റിപ്പിക്കൽ എന്തിൽ നിന്നുള്ള എറ്റിപ്പിക്കൽ ആണ്? ക്ലാസിക് ഡിസ്ക്രിപ്ഷനിൽ നിന്ന് എതിരാണ്. അതുപോലെ അല്ലാത്തത്. ഓക്കെ, ഓൾറൈറ്റ്. ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. നെക്സ്റ്റ് വൺ. ഓക്കെ, ഓൾറൈറ്റ്. സ്മിത, അടുത്ത ക്വസ്റ്റൻ ഒന്ന് വായിച്ചു. Yes, unmute ചെയ്തോട്ടെ, വായിച്ചു. Yes, ma'am. അടുത്ത ചോദ്യം. What do we learn about the gold standard diagnostic method from the 5th paragraph? നമുക്ക് അപ്പൊ എന്താ നമുക്ക് മനസ്സിലാക്കണ്ടേ? എന്താ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? The gold standard diagnostic from the 5th paragraph. What do we understand? Okay, what do we? നമുക്ക് അതിനെ കുറിച്ച് എന്താ മനസ്സിലാക്കണം? What do we understand about? എന്തിനെ കുറിച്ചാണ്? The gold standard diagnostic method. ഒരു ഡയഗ്നോസ്റ്റിക് മെത്തേഡ് അവർ പറഞ്ഞിട്ടുണ്ടാണ്. The gold standard diagnostic method. Gold standard diagnostic method നെ കുറിച്ച് നമുക്ക് 5ാമത്തെ പാരയിൽ എന്താണ് മനസ്സിലാവുന്നത്? What do we understand about the gold standard diagnostic method? Okay, അപ്പൊ ഈ സംഭവത്തിനെ കുറിച്ച് നമുക്ക് എന്താ മനസ്സിലാവുന്നത്? നമുക്ക് നോക്കാം കേട്ടോ. Okay, അപ്പൊ ചെറിയൊരു പാരഗ്രാഫ്. All of you take 55 seconds, go through the paragraph.
ഓക്കെ, നമുക്ക് വായിച്ചു നോക്കാം കേട്ടോ. അപ്പോ സ്മിത ഇവിടെ വരെ ഒന്ന് വായിച്ചേ. Yes, ma'am. The gold standard method for establishing the diagnosis is the isolation of the pathogen from cultured tissues or fluids, mainly nasopharyngeal swabs, aspirates, or washes. Yet several confounding factors can influence the reliability of the method, such as treatment with antibiotics, the stage of the disease, and previous vaccination history. അപ്പൊ അവര് പറയാണ് the gold standard method ഡയഗ്നോസിസ് ഉറപ്പുവരുത്താൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനെങ്കിൽ കണ്ടുപിടിക്കാനുള്ള ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ് മെത്തഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാത്തജൻ ഐസൊലേറ്റ് ചെയ്യാണ്. എന്തിൽ നിന്ന്? ടിഷ്യൂ കൾച്ചറിൽ നിന്ന്, ഫ്ലൂയിഡ് കൾച്ചറിൽ എവിടെ നിന്നുള്ള ടിഷ്യൂസും ഫ്ലൂയിഡ്സും നേസോഫേരിയഞ്ചൽ സ്വാബ്സ് ചെയ്യുന്നോ, ആസ്പിറേറ്റ് ചെയ്യുന്നോ, വാഷസ് ചെയ്യുന്നൊക്കെ നമുക്ക് കിട്ടിയ ടിഷ്യൂസിന്റെ ഫ്ലൂയിഡ്സിന്റെ കൾച്ചർ ടിഷ്യൂസ് അല്ലെങ്കിൽ ഫ്ലൂയിഡ്സിൽ നിന്ന് ആ പാത്തജൻ ഐസൊലേറ്റ് ചെയ്താണ് നമ്മൾ ഗോൾഡ് സ്റ്റാൻഡേർഡ് മെത്തേഡിൽ നമ്മൾ ഡയഗ്നോസിസ് എസ്റ്റാബ്ലിഷ് ചെയ്യും. എന്നാലും പല കൺഫൗണ്ടിങ് ഫാക്ടേഴ്സും പല അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ക്യാൻ എഫക്ട് ദ ക്രെഡിബിലിറ്റി ഓഫ് ദ മെത്തേഡ്. ഏത് മെത്തേഡിന്റെ ക്രെഡിബിലിറ്റിനെ പറയുന്നത് ഇവിടെ? ഓഫ് വാട്ട് മെത്തേഡ്? ഏത് മെത്തേഡോ? Gold standard method. ഗോൾഡ് സ്റ്റാൻഡേർഡ് മെത്തേഡ്. അപ്പോ പല റിലേറ്റഡ് ആയിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്തിനെ ബാധിച്ചേക്കാം? ഈ മെത്തേഡിന്റെ ക്രെഡിബിലിറ്റിനെ ബാധിച്ചേക്കാം, വിശ്വാസയോഗ്യതയെ ബാധിച്ചേക്കാം. എന്തൊക്കെയാണ് എന്നിട്ട് ആ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഈ സച്ചസ് എന്നുള്ള ഫാക്ടേഴ്സിന്റെ എക്സാമ്പിൾ ആട്ടോ ആന്റിബയോട്ടിക്സ് വെച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ്, ഏത് സ്റ്റേജിലാണ് ഡിസീസ് ഉള്ളതെന്ന്, ഇതിക്ക് മുമ്പ് വാക്സിനേഷൻ എടുത്തു, ഇതൊക്കെ എന്തിനെ ബാധിച്ചേക്കാം? ഈ ഡയഗ്നോസ്റ്റിക് മെത്തേഡിനെ ബാധിച്ചേക്കാം. ലാസ്റ്റ് സെന്റൻസ് വായിച്ചോളൂ സ്മിത. Yes, ma'am. Detection of bacterial nucleic acids through polymerase chain reaction is an alternative method, which is preferable in school-age children, adolescents, and adults, with a sensitivity varying between 10 and 30%. എന്നിട്ട് ഒരു ഓൾട്ടർനേറ്റീവ് മെത്തേഡ് പറയാം. വേറൊരു മെത്തേഡ് ഏതാണ്? ബാക്ടീരിയൽ ന്യൂക്ലിക് ആസിഡ്സ് ഡിറ്റക്ട് ചെയ്യുക എന്തിലൂടെ? ഒരു പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ PCR-ലൂടെ. അത് വേറൊരു മെത്തേഡാണ്. ഈ മെത്തേഡ് പ്രിഫറബിൾ ആണ് ആരിലാണ്? സ്കൂളിൽ പോണ പ്രായമുള്ള പിള്ളേർക്ക്, അഡോളസൻസ്, ടീനേജേഴ്സിന്, അല്ലെങ്കിൽ അഡൽട്സിന്. ഇതിന്റെ ഒരു സെൻസിറ്റിവിറ്റി റേറ്റ് എത്രയാണ്? 10-30%. ഓക്കെ, അപ്പൊ അവര് പറഞ്ഞു ഗോൾഡ് സ്റ്റാൻഡേർഡ് മെത്തേഡ് ആണ് ഡയഗ്നോസിസ് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഗോൾഡ് സ്റ്റാൻഡേർഡ് മെത്തേഡ് എന്ന് വെച്ചാൽ ടിഷ്യൂസ് സ്വാബ്സ് ചെയ്യുന്നു, നേസോഫാരിഞ്ചൽ സ്വാബ്സ് ചെയ്യുന്നു, ആസ്പിറേറ്റ് ചെയ്യുന്നു, വാഷസ് ചെയ്യുന്നു, കൾച്ചർ ടിഷ്യൂ അതിൽ നിന്നുള്ള കൾച്ചർ ടിഷ്യൂസ് ഫ്ലൂയിഡ്സ് പാത്തജൻ ഐസൊലേറ്റ് ചെയ്താണ് നമ്മൾ ഡയഗ്നോസിസ് ഇത് ചെയ്യുന്നത്. എന്നാലും പല ഫാക്ടേഴ്സ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്തേക്കാം. എന്തിനെ? ഈ മെത്തേഡിന്റെ വിശ്വാസയോഗ്യതയെ ഇൻഫ്ലുവൻസ് ചെയ്തേക്കാം. അങ്ങനത്തെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ആന്റിബയോട്ടിക്സ്, ഡിസീസ് ഏത് സ്റ്റേജിലാണ്, മുൻപത്തെ വാക്സിനേഷൻ ഹിസ്റ്ററി. ഇനി വേറൊരു ഓൾട്ടർനേറ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയൽ ന്യൂക്ലിക് ആസിഡിനെ ഡിറ്റക്ട് ചെയ്യാണ് PCR-ലൂടെ. അത് നമ്മൾ സ്കൂളിൽ പോകുന്ന കുട്ടികളിലും അഡോളസൻസിലൊക്കെയാണ്, അല്ലെങ്കിൽ അഡൽസിലൊക്കെയാണ് പ്രിഫർ ചെയ്യുന്നത്. അതിന്റെ സെൻസിറ്റിവിറ്റി 10-30%. ഒന്ന് വായിച്ചു നോക്കി. സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് അത്രയ്ക്ക് ബുദ്ധിമുട്ടില്ല. ഞാൻ ഈ കൺഫൗണ്ടിങ്ങിന്റെ മീനിങ് നിങ്ങൾ ഓർത്ത് വെക്കണോട്ടെ. ഈ കോണ്ടെക്സ്റ്റ് അതിന്റെ മീനിങ് എന്താ? അങ്ങോട്ട് കണക്റ്റഡ് ആയിട്ട് ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സ്. ഓക്കെ, ഓൾറൈറ്റ്. അപ്പൊ നമുക്ക് നോക്കാം. ഓക്കെ, ഓപ്ഷൻസ് വായിച്ചോ സ്മിത. Option A. It needs to be interpreted in the light of a range of variables. പല വേരിയബിളും കണക്കിലെടുത്തിട്ടായിരിക്കണം അത് ഇന്റർപ്രറ്റ് ചെയ്യേണ്ടത്. ഈ അതെന്താ? ഇറ്റെന്താ ഇവിടെ? The gold standard. ഗോൾഡ് സ്റ്റാൻഡേർഡ് മെത്തേഡ്. അത് ഇന്റർപ്രറ്റ് ചെയ്യുന്നത് പല വേരിയബിളും പല കാര്യങ്ങളും പല ഫാക്ടേഴ്സും ഒരു റേഞ്ച് ഓഫ് ഫാക്ടേഴ്സ് കണക്കിലെടുത്തിട്ടായിരിക്കണം ഈ മെത്തേഡ് ഇന്റർപ്രറ്റ് ചെയ്യണേ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അടുത്തത് ക്യാൻ ബി. ഓക്കെ, അടുത്തത് സ്മിത. Option B. It has now been superseded by an alternative test. വേറൊരു ടെസ്റ്റ് ഇതിനെ കടന്നു പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഈ മെത്തേഡിനെ കടന്നു പോയിട്ട് വേറൊരു ടെസ്റ്റ് കടന്നു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. രണ്ട് മെത്തേഡ്സ് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഗോൾഡ് സ്റ്റാൻഡേർഡിന് കടന്നു പോയി രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, സൂപ്പർ സീഡഡ് എന്ന് പറഞ്ഞിട്ടില്ല. അടുത്തത് Option C. It is least successful with vaccinated patients. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ സ്മിത? Others tell me. It is least successful. വളരെ കുറച്ച് അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഓക്കെ, അടുത്തത് Option D. It is still widely used for adult patients. ഇപ്പോഴും നന്നായിട്ട് ഒരുപാട് അഡൽട്ട് പേഷ്യൻസിൽ അത് ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ? Not mentioned. ഇല്ല. കൺഫൗണ്ടിങ് ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, അതിന്റെ വിശ്വാസയോഗ്യതയെ ബാധിക്കുന്ന കൺഫൗണ്ടിങ് ഫാക്ടേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഈ മെത്തേഡ് ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ ഈ മെത്തേഡ് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ ആ കാര്യങ്ങൾ കണക്കിലെടുക്കണം എന്നല്ലേ? ഓക്കെ, സോ അതുകൊണ്ടാണ് ആൻസർ. ഒന്ന് നോക്കി എന്നിട്ട് മനസ്സിലായെങ്കിൽ എന്റെ അടുത്ത് പറഞ്ഞേ. മേക്ക് ഷുവർ ദാറ്റ് യു ആർ ഓൺ മ്യൂട്ട് ഇഫ് യു ആർ നോട്ട് സ്പീക്കിംഗ്, ബിക്കോസ് റിമെമ്പർ ദ സെഷൻ ഈസ് ബീങ് റെക്കോർഡഡ്. ഓക്കെ, ഓൾറൈറ്റ്. നിങ്ങൾ ഒന്ന് നോക്കിയേ. കം ഓൺ.
എന്തുകൊണ്ട് നമ്മൾ ബി സെലക്ട് ചെയ്തില്ല, സി സെലക്ട് ചെയ്തില്ല, ഡി സെലക്ട് ചെയ്തില്ല? ആൻഡ് വാട്ട് മേക്സ് എ ദി അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ? ക്ലിയർ ആയിട്ട് മനസ്സിലായോ? ബുദ്ധിമുട്ടുണ്ടോ? ക്ലിക്ക് ആയോ? Clear, ma'am. All of you tell me yes. Okay, next. Okay, perfect. Manju, അടുത്ത ചോദ്യം ഒന്ന് വായിച്ചു. Yes, ma'am. Taking macrolides during her original infection may have resulted in Maria. Taking macrolides or macrolides, I might be pronouncing it wrong, bear with me. Taking macrolides during her original infection may have resulted in Maria. നമുക്ക് എന്താ കണ്ടുപിടിക്കാം? ഒന്ന് ചിന്തിച്ചേ. മാക്രോലൈറ്റ്സ് ഒറിജിനൽ ഇൻഫെക്ഷന്റെ സമയത്ത് എടുത്തിരുന്നത് may have resulted in, അത് എന്തിലോട്ട് നയിച്ചിരിക്കാം മരിയക്ക്? അപ്പൊ നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? ഇൻ മരിയാസ് കേസ് എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഒന്ന് പറഞ്ഞു, ഇതൊന്നും നിങ്ങളൊന്ന് പറഞ്ഞു. ഞാൻ തുടക്കം ഇട്ടുതരാം. ഇൻ മരിയാസ് കേസ് ഒന്ന് നിർത്തി വായിച്ചേ. In Maria's case, during taking macrolides. During taking ആണോ അതോ taking macrolides during her original infection ആണോ? Taking macrolides. During ബാക്കി പറ. Taking macrolides എന്ന് പറഞ്ഞ ചോദ്യമായില്ല, പറഞ്ഞേ. നിങ്ങൾ നിർത്തി വായിച്ചു. നിങ്ങൾ മാക്രോലൈറ്റ്സ് എടുത്തത് എപ്പോ? ഒറിജിനൽ ഇൻഫെക്ഷന്റെ സമയത്ത്. മേ ഹാവ് റിസൾട്ടഡ് എന്ന് വെച്ചാൽ എന്താ? അതെന്തിലോട്ട് നയിച്ചിട്ടുണ്ടാവാം. ഓക്കെ, അപ്പൊ ഇൻ മരിയാസ് കേസ്, അപ്പൊ മരിയയുടെ കേസിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? പോസിബിൾ റിസൾട്ട് അല്ലേ? ഇൻ മരിയാസ് കേസ് വാട്ട് ഈസ് ദ പോസിബിൾ റിസൾട്ട് ഓഫ്, അല്ലെ? പോസിബിൾ റിസൾട്ട് ഓഫ് ടേക്കിംഗ്, ഇനി ഒന്ന് പറഞ്ഞു, ഓഫ് ടേക്കിംഗ് macrolides during her ഒറിജിനൽ ഇൻഫെക്ഷൻ. അവളുടെ ഒറിജിനൽ ഇൻഫെക്ഷന്റെ സമയത്ത് മാക്രോലൈറ്റ്സ് എടുത്തത് എന്തിലോട്ട് നയിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ എന്തിൽ റിസൾട്ട് ചെയ്തിട്ടുണ്ടാവാം ഡ്യൂറിംഗ് ഹർ ഒറിജിനൽ ഇൻഫെക്ഷൻ? ഒന്ന് വായിച്ചേക്കാമോ? പോസിബിൾ അല്ലെ? മേ ഹാവ് റിസൾട്ടഡ് എന്ന് വെച്ചാൽ പോസിബിൾ റിസൾട്ട് എന്തിന്റെ? ഒറിജിനൽ ഇൻഫെക്ഷന്റെ സമയത്ത് മാക്രോലൈറ്റ്സ് എടുത്തതിന്റെ. നിർത്തി മീനിങ് ക്വസ്റ്റ്യൻ വായിക്കണം, എന്നിട്ട് മീനിങ് കണക്ട് ചെയ്യണം നിങ്ങൾ. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ആ പാരഗ്രാഫ് വായിക്കുക കേട്ടോ. ആക്ച്വലി അത് ഈ പാരയിലല്ല, അടുത്ത പാരയിലാണ്. ഓക്കെ, നമ്മൾ വായിച്ചു കേട്ടോ. ഇവിടെ വരെ വായിച്ചു. ഓക്കെ, ഒന്ന് വായിച്ചേ മഞ്ജു, ഇവിടെ വരെ എൻഡ് വരെ വായിച്ചു കേട്ടോ. ഒറ്റ 3 സെന്റൻസ് വായിച്ചു. Yes, ma'am. Interesting for us was the fact that Maria's natural infection in childhood had been treated with erythromycin. Unfortunately, we were not able to document the exact timing of antibiotic treatment. Still, it has been suggested in the literature that macrolides administration can weaken the subsequent immune response to infections if given early during the course of the disease. Therefore, this macrolides effect may have potentially contributed to her susceptibility to pertussis reinfection. Okay, അപ്പൊ നമുക്ക് വായിച്ചു കേട്ടോ. Interesting for us was the fact that Maria's natural infection in childhood had been treated with erythromycin. അപ്പൊ അവളുടെ ഒറിജിനൽ ഇൻഫെക്ഷൻ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു ഫാക്ട് എന്ന് വെച്ചാൽ അവളുടെ ഒറിജിനൽ ഇൻഫെക്ഷൻ നമ്മൾ ട്രീറ്റ് ചെയ്ത് എങ്ങനെയാണ്? എരിത്രോമൈസിൻ വെച്ചിട്ടാണ്. Okay, unfortunately, നിർഭാഗ്യവശാൽ we weren't able to document the exact timing of the antibiotic treatment. ഏത് ആന്റിബയോട്ടിക് ട്രീറ്റ്മെന്റ് ആണ്? ഈ എരിത്രോമൈസിൻ കൊടുത്തതിന്റെ എക്സാക്ട് ടൈമിംഗ് നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി ഡോക്യുമെന്റ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ ആൾക്ക് ചെറുപ്പം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ആള് ചെറുപ്പത്തിൽ മരിയക്ക് ഇത് സംഭവം വന്നപ്പോ ആളെ ട്രീറ്റ് ചെയ്ത് എന്ത് വെച്ചിട്ടാണ്? എരിത്രോമൈസിൻ വെച്ചിട്ടാണ്. ഈ എരിത്രോമൈസിൻ കൊടുത്തതിന്റെ എക്സാക്ട് ടൈമിംഗ് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഡോക്യുമെന്റ് ചെയ്തിട്ടില്ല. സ്റ്റിൽ എന്നാലും ഇറ്റ് ഹാസ് ബീൻ സജസ്റ്റഡ് ഇൻ ദ ലിറ്ററേച്ചർ. റിസർച്ചിലൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്രോലൈഡ്സ് അഡ്മിനിസ്ട്രേഷൻ ക്യാൻ വീക്കൻ ദ സബ്സിക്വന്റ് ഇമ്മ്യൂൺ റെസ്പോൺസ് ടു ഇൻഫെക്ഷൻ. ഓക്കെ, അപ്പൊ മാക്രോലൈഡ്സ് അഡ്മിനിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? വീക്ക് ആക്കും. എന്ത്?
പിന്നീടുള്ള ഇമ്മ്യൂൺ റെസ്പോൺസ് എന്തിനോട്? ഇൻഫെക്ഷൻസിനോട്. അത് എപ്പോ? ഇഫ് ഗിവൺ ഏർലി ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് ഡിസീസ്. നമ്മൾ ഒരു അസുഖത്തിന്റെ കോഴ്സ് തുടക്കത്തിലേ തന്നെ നമ്മൾ മാക്രോലൈറ്റ്സ് അഡ്മിനിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നീട് വരുന്ന ഇൻഫെക്ഷൻസിന്റെ ഇമ്മ്യൂൺ റെസ്പോൺസിനെ വീക്കൻ ചെയ്തേക്കാം എന്നൊരു സംഭവമുണ്ട്. അപ്പൊ ആൾ എറിത്രോമൈസിൻ എടുത്തിരുന്നു, പക്ഷെ ഈ ആന്റിബയോട്ടിക് ട്രീറ്റ്മെന്റ് എപ്പോഴാണ് എക്സാക്ട് ടൈമിംഗ് നമുക്ക് അറിയില്ല. എന്നാലും ലിറ്ററേച്ചർ റിസർച്ച് വർക്കും മറ്റേ ബോഡി ഓഫ് വർക്ക് ഒക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്രോലൈറ്റ്സിന്റെ അഡ്മിനിസ്ട്രേഷൻ എന്തിനെ വീക്കൻ ചെയ്യാം? പിന്നീട് ഇൻഫെക്ഷൻസിനോടുള്ള ഇമ്മ്യൂൺ റെസ്പോൺസിനെ വീക്കൻ ചെയ്യാം ഈ മാക്രോലൈറ്റ്സ് ഒരു അസുഖത്തിന്റെ ഏർലി സ്റ്റേജിലാണ് കൊടുക്കുന്നതെങ്കിൽ. അതുകൊണ്ട് ദിസ് മാക്രോലൈറ്റ്സ് ഇഫക്ട്, ഈ മാക്രോലൈറ്റ്സ് ഇഫക്റ്റ് ആയിരിക്കാം. എന്ത് ഇഫക്റ്റാ നമ്മൾ സംസാരിക്കണേ? എന്ത് ഇഫക്റ്റിനെ കുറിച്ച് ഇവിടെ പറയണേ? മാക്രോലൈറ്റ്സിന്റെ എന്ത് ഇഫക്റ്റ് ആണെന്ന് പറഞ്ഞ എന്റെ അടുത്ത് കമ്മ. Immunosuppression. യെസ്, വെരി ഗുഡ്. ഇമ്മ്യൂൺ റെസ്പോൺസ് സപ്രസ് ചെയ്യുക, അതിനെ അഫക്റ്റ് ചെയ്യുക എന്നുള്ള ഒരു ഇഫക്റ്റ് ആയിരിക്കാം എന്തിലോട്ട് നയിച്ചിരിക്കുന്നത്? ഈ മരിയനെ രണ്ടാമതൊരു റീ ഇൻഫെക്ഷന്റെ റിസ്കിലാക്കിയത്. സസെപ്റ്റബിലിറ്റി മീൻസ് മേക്കിംഗ് ഹർ vulnerable to purchases reinfection. ആ ഒരു ഇഫക്റ്റ് ആയിരിക്കാം മാക്രോലൈറ്റ്സിന്റെ ആ പറഞ്ഞൊരു ഇഫക്റ്റ് ആയിരിക്കാം മരിയയുടെ സസെപ്റ്റബിലിറ്റി കൂട്ടിയത്, അല്ലെങ്കിൽ ആ പൊട്ടൻഷ്യലി അവളെ റിസ്കിലാക്കിയത് ഒരു റീഇൻഫെക്ഷന്. അപ്പൊ എറിത്രോമൈസിൻ വെച്ച് ട്രീറ്റ് ചെയ്തു. അത് എപ്പോഴും ട്രീറ്റ് ചെയ്ത് നമുക്ക് എക്സാക്ട്ലി അറിയില്ല. പക്ഷെ മാക്രോലൈറ്റ്സ് അഡ്മിനിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നീടുള്ള ഇൻഫെക്ഷൻസിനെ ഇമ്മ്യൂൺ റെസ്പോൺസിനെ ബാധിച്ചേക്കാം എന്ന് പറയുന്നുണ്ട്. അത് ഏർലി സ്റ്റേജിലാണ് കൊടുക്കപ്പെടുന്നതെങ്കിൽ. അതുകൊണ്ട് തന്നെ ഈ ഇഫക്റ്റ് ആയിരിക്കാം മരിയനെ രണ്ടാമതൊരു ഇൻഫെക്ഷന്റെ റിസ്കിലാക്കിയത്. ക്ലിക്ക് ആയോ? ഓക്കെ അല്ലേ? Yes, ma'am. Or all of you with me? Others? Sneha, Sandhya, Aishwarya, clear അല്ലേ? ഷീമ ഓക്കെ അല്ലേ? ഓക്കെ, പെർഫെക്റ്റ്. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് നോക്കാം കേട്ടോ. മഞ്ജു ഓരോ ഓപ്ഷനും ചേർത്ത് വായിച്ചേ. ഇൻകംപ്ലീറ്റ് ക്വസ്റ്റൻ ആട്ടോ ചേർത്ത് വായിക്കാം. Yes, ma'am. Taking macrolides during her original infection may have resulted in Maria being more likely to pass on the infection to other people. അത് മാക്രോലൈറ്റ്സ് എടുത്തത് കൊണ്ട് അവള് മറ്റുള്ളവർക്ക് പാസ് ചെയ്യാനുള്ള സാധ്യതയാണോ കൂട്ടിയത്? മറ്റുള്ളവർക്ക് ഇല്ല, അത് പറഞ്ഞിട്ടില്ല. അടുത്തത്. Taking macrolides during her original infection may have resulted in Maria being at greater risk of catching the disease for a second time. മരിയനെ ഒരു ഗ്രേറ്റർ റിസ്കിലാക്കി രണ്ടാമത് ആ ഇൻഫെക്ഷൻ, ആ ഡിസീസ് ക്യാച്ച് ചെയ്യാനുള്ള മരിയയുടെ റിസ്ക് കൂട്ടി എന്നാണോ അതാണോ അത് പറയണേ? അടുത്തത്. Taking macrolides during her original infection may have resulted in Maria having a different range of symptoms during her second infection. രണ്ടാമത്തെ ഇൻഫെക്ഷന്റെ സമയത്ത് സിംപ്റ്റംസ് അവിടെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒന്ന് പറഞ്ഞേ, അവിടെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല കേട്ടോ, അത് പറഞ്ഞിട്ടില്ല. നമ്മളായിട്ട് ഊഹിക്കാം, അവിടെ പറഞ്ഞിട്ടില്ല. ഓക്കെ, ലാസ്റ്റ് വൺ. Taking macrolides during her original infection may have resulted in Maria proving less receptive to other medication during her second infection. ഒറിജിനൽ ഇൻഫെക്ഷൻ സമയത്ത് മാക്രോലൈറ്റ്സ് എടുത്തതുകൊണ്ട് മരിയ രണ്ടാമത് ഇൻഫെക്ഷന്റെ സമയത്ത് മെഡിക്കേഷൻസിനോട് ലെസ് റിസെപ്റ്റീവ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നമ്മുടെ ആൻസർ എന്താ? അല്ലെ, ബീയിങ് അറ്റ് ഗ്രേറ്റർ റിസ്ക്. അതല്ലേ പറഞ്ഞേക്കുന്ന സസെപ്റ്റബിലിറ്റി. This macrolides effect may have potentially contributed, possibly led to her susceptibility, being vulnerable, being at risk of getting purchases reinfection. രണ്ടാമതൊരു ഇൻഫെക്ഷൻ വരാനുള്ള അവളുടെ റിസ്ക് കൂട്ടിയിരിക്കാൻ സാധ്യതയുണ്ട് എന്നല്ലേ പറഞ്ഞേക്കണേ? അല്ലേ? ലാസ്റ്റ് സെന്റൻസ്. എനി ക്വസ്റ്റ്യൻസ്? സ്മിത? ഓക്കെ മാം, സിയുടെ ഒന്ന് മീനിങ് പറഞ്ഞേ മാം. എന്താ ഉദ്ദേശിക്കുന്നത്? ടേക്കിംഗ് മാക്രോലൈറ്റ്സ് എടുക്കുന്നത് എന്തിന്റെ സമയത്ത്? ഒറിജിനൽ ഇൻഫെക്ഷന്റെ സമയത്ത് മേ ഹാവ് റിസൾട്ടഡ് ഇൻ മരിയ ഹാവിംഗ് എ ഡിഫറെന്റ് റേഞ്ച് ഓഫ് സിംറ്റംസ്. വേറൊരു കംപ്ലീറ്റ്ലി വ്യത്യസ്ത റേഞ്ച് ഓഫ് സിംറ്റംസ്. രണ്ടാമത് ഇൻഫെക്ഷൻ വന്ന സമയത്ത് ആദ്യത്തെ ഇൻഫെക്ഷൻ സമയത്ത് ആ മാക്രോലൈറ്റ്സ് എടുത്ത് രണ്ടാമത്തെ ഇൻഫെക്ഷൻ സമയത്ത് വളരെ വ്യത്യസ്തമായ സിംറ്റംസ് വരാനുള്ള അതിലോട്ട് നയിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ വ്യത്യസ്തമായ സിംറ്റംസ് വരാനുള്ള കാരണമായെന്ന് പറഞ്ഞിട്ടില്ല. അവിടെ സിംറ്റംസിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ഒന്ന് ശരിക്കും നോക്കി, സിംറ്റംസിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അവിടെ? ഇല്ല. ഇമ്മ്യൂൺ റെസ്പോൺസ് വീക്ക് ചെയ്തു, അതായിരിക്കാം അവളുടെ രണ്ടാമതൊരു ഇൻഫെക്ഷന് സസെപ്റ്റബിലിറ്റി കൂട്ടിയത് എന്നാണ് പറഞ്ഞേക്കുന്നത്, സസെപ്റ്റബിൾ ആക്കിയത് എന്നാണ് പറഞ്ഞേക്കുന്നത്. അല്ലാതെ രണ്ടാമത് വന്നപ്പോ ഇൻഫെക്ഷൻ വ്യത്യസ്ത രീതിയിലുള്ള സിംറ്റംസ് വരാൻ അതാണ് മുൻപെടുത്ത മാക്രോലൈറ്റ്സ് ആണ് എന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, ഓൾറൈറ്റ്. അപ്പൊ നമുക്ക് ഇനി ഫൈനൽ പാരഗ്രാഫിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് അത് ഒറ്റയടിക്ക് ആൻസർ ചെയ്യാം. അപ്പോ സന്ധ്യ ആ 21st ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ.
What point is made about newborn babies in the final paragraph? അപ്പൊ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? പോയിന്റ് മെയ്ഡ് അബൌട്ട് Newborn babies. പോയിന്റ് മെയ്ഡ് അബൌട്ട് ന്യൂ ബോൺ ബേബീസ്. ഓക്കെ, ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ഒരേ ഇതിലൊക്കെ പറയട്ടെ. അടുത്ത് നമുക്ക് ഒരു ഇറ്റ് എന്താ റെഫർ ചെയ്യുന്നതെന്നാട്ടോ. അപ്പൊ നമ്മൾ രണ്ടിന്റെ ആൻസർ ഒരുമിച്ച് കണ്ടുപിടിക്കാൻ നോക്കും. അപ്പൊ നമുക്ക് നോക്കാം, ഒറ്റ തവണ നമ്മൾ പാര വായിക്കത്തുള്ളൂ. അപ്പൊ പോയിന്റ് അബൌട്ട് ന്യൂ ബോൺ ബേബീസ്, ന്യൂ ബോൺ ബേബീസിനെ കുറിച്ച് എന്ത് പോയിന്റ് ആണ് ഫൈനൽ പാരയിൽ മേക്ക് ചെയ്തിരിക്കുന്നത്? നമുക്ക് നോക്കാം. റെഡി ആയിക്കോളൂ കേട്ടോ. ഓക്കെ, ഓൾ ഓഫ് യു ടേക്ക് 55 സെക്കൻഡ്സ്. ഇതൊന്ന് വായിച്ചു നോക്കി. വൾനറബിൾ എന്ന് പറഞ്ഞാൽ അറ്റ് റിസ്ക്, അത് തന്നെയാണ് ഈ സസെപ്റ്റബിൾ എന്നൊക്കെ പറയണത് തോന്നുന്നു. ഓക്കെ, സന്ധ്യ ഒന്ന് വായിച്ചോളൂ, ഇവിടെ വരെ ഒന്ന് വായിച്ചോളൂ. Newborns are vulnerable to pertussis infection during the first weeks of life, given that maternal antibodies transferred are, in most cases, insufficient to provide protection. Relevant studies suggest that adult household members, including parents and grandparents, can be identified as the source of the microorganism transmission to children in approximately 22% of cases. അപ്പൊ ഇത്രയും നമുക്ക് നോക്കാം. ന്യൂ ബോൺസ്, അധികം ജനിച്ചിട്ട് അധികം ആവാത്ത പിള്ളേര് ആർ വൾനറബിൾ, ആർ അറ്റ് റിസ്ക് ടു, എന്തിനാണ് ആർ അറ്റ് റിസ്ക് ഓഫ് ഗെറ്റിംഗ് പെർtussis ഇൻഫെക്ഷൻ. എപ്പോഴാണ്? അവരുടെ ജനിച്ചു കഴിഞ്ഞ ആദ്യത്തെ ആഴ്ചകളിൽ അവർ വളരെ റിസ്കിലാണ്. അത് കൺസിഡറിങ് ദാറ്റ് എന്ത് നമ്മൾ കണക്കിലെടുക്കുമ്പോൾ മെറ്റേണൽ ആന്റിബോഡീസ് ട്രാൻസ്ഫേർഡ് ആർ ഇൻ മോസ്റ്റ് കേസസ് ഇൻസഫീഷ്യന്റ് ടു പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ. അപ്പൊ ബേബീസിൽ അവർക്ക് അമ്മയിൽ ലഭിച്ചിരിക്കുന്ന ആന്റിബോഡീസ് ഇനഫ് അല്ല പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ അത് കണക്കിലെടുക്കുമ്പോൾ ന്യൂബോൺസ് എന്താണ് അറ്റ് റിസ്കിലാണ്. അവരുടെ ജനിച്ചു കഴിഞ്ഞ ആദ്യത്തെ കുറച്ച് ആഴ്ചയിൽ ഈ ഇൻഫെക്ഷൻ കിട്ടാനുള്ള ഇൻഫെക്ഷൻ കൺട്രാക്ട് ചെയ്യാനുള്ള അവര് ഭയങ്കര അറ്റ് റിസ്കിലാണ് അവർ. ഓക്കെ, കാരണം എന്താ? മെറ്റേണൽ ആന്റിബോഡീസ് അവർക്ക് ആ സമയത്ത് ഒരു ഇനഫ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നില്ല. Relevant studies suggest that adult household members, including parents and grandparents, can be identified as the source of the microorganism transmission to children in approximately 22% of cases. ഏകദേശം 22% കേസുകളിലും പല റെലവൻറ്റ് സ്റ്റഡീസും സജസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, കുടുംബത്തിലുള്ള അഡൽട്ട് മെമ്പേഴ്സ്, മുതിർന്ന ആൾക്കാരിൽ പാരന്റ്സ് ആയിരിക്കാം, ഗ്രാൻഡ് പാരന്റ്സ് ആയിരിക്കാം, അവരായിരിക്കാം കുട്ടികൾക്ക് ഈ മൈക്രോ ഓർഗാനിസം, ഈ ഇൻഫെക്ഷന്റെ ട്രാൻസ്മിഷന്റെ സോഴ്സ് ആവുന്നത്. കാരണം എന്താ? ജനിച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ അവര് ആ സ്റ്റേജിൽ അവിടെയൊക്കെ ബോഡിയിലുള്ള മെറ്റേണൽ ആന്റിബോഡീസിന് അവർക്ക് ഒരു പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യാൻ ഇനഫ് അല്ല. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് വീക്സ് ജനിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ കുറച്ച് ആഴ്ച അവർ വൾനറബിൾ ആയിരിക്കും ഈ ഇൻഫെക്ഷൻ ഒക്കെ വരാൻ. പല സ്റ്റഡീസും റെലവൻറ്റ് സ്റ്റഡീസും സജസ്റ്റ് ചെയ്യുന്നത് 22% കേസുകളിലും ഈ ഇൻഫെക്ഷൻ അവർക്ക് ലഭിക്കാനുള്ള സോഴ്സ് വീട്ടിലുള്ള ആൾക്കാർ തന്നെയാണ്, പാരന്റ്സും ഗ്രാൻഡ് പാരന്റ്സും. ഓക്കെ അല്ലേ? പറഞ്ഞേ ഓക്കെ ആണോ? ഓക്കെ, അടുത്ത് വായിച്ചോട്ടോ. അപ്പൊ എൻഡ് വരെ വായിച്ചോട്ടോ. Therefore, early identification of diseased adults is of great value. Not only does it allow adult patients to receive appropriate treatment for the symptoms and thereby avoid complications, it also prevents the spread of the infection to children and the effective termination of the chain of infection. അപ്പൊ ഇതൊക്കെ കൊണ്ട് ഒന്ന് അവർക്ക് ഇനഫ് പ്രൊട്ടക്ഷൻ ഉണ്ടാവില്ല, അപ്പൊ അവർ അറ്റ് റിസ്കിലാണ്. പിന്നെ അഡൽട്ട് മെമ്പേഴ്സ് ആയിരിക്കും അവർക്ക് ഇൻഫെക്ഷൻ കൊടുക്കുന്ന സോഴ്സസ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏർലി ഐഡന്റിഫിക്കേഷൻ, നേരത്തെ തന്നെ ഐഡന്റിഫൈ ചെയ്യുക അസുഖമുള്ള അഡൽട്സിനെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അഡൽട്സിലെ മുതിർന്നവരുടെ അസുഖം വേഗം ഐഡന്റിഫൈ ചെയ്യാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം അവരായിരിക്കും എന്ത് സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ ആവണേ അല്ലേ? നോട്ട് ഓൺലി ഡസ് ഇറ്റ് എന്താ, എന്തിനാ റെഫർ ചെയ്യണേ? Early identification of diseases in adults. അത് എന്ത് അലോ ചെയ്യുന്നു? അഡൽട്ട് പേഷ്യൻസിന് അപ്രോപ്രിയേറ്റ് ട്രീറ്റ്മെന്റ് ലഭിക്കാൻ, സിംറ്റംസിന് അപ്രോപ്രിയേറ്റ് ട്രീറ്റ്മെന്റിന്റെ ലഭ്യത ഉറപ്പുവരുത്തുക മാത്രമല്ല, അതുവഴി കോംപ്ലിക്കേഷൻസ് അവോയ്ഡ് ചെയ്യാൻ മാത്രമല്ല, അത് എന്തും പ്രിവെന്റ് ചെയ്യുന്നു. അപ്പൊ ഈറ്റ് എന്താ? ഈറ്റ് എന്തിനെ തന്നെ പറയണേ? നേരത്തെ ഇറ്റിനെ തന്നെയല്ലേ? നിങ്ങളൊന്ന് പറഞ്ഞേ, കമോൺ. അവര് പറഞ്ഞു അതുകൊണ്ട് അഡൽട്സ് ആണ് സോഴ്സ് ആയതുകൊണ്ട് അഡൽട്സിൽ ഏർലി സ്റ്റേജിൽ ഡിസീസ് ഐഡന്റിഫൈ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നോട്ട് ഓൺലി ഡസ് ഇറ്റ് അലൗ അഡൽട്ട് പേഷ്യൻസ് ടു റിസീവ് അപ്രോപ്രിയേറ്റ് ട്രീറ്റ്മെന്റ് ഫോർ സിംറ്റംസ് ആൻഡ് അവോയ്ഡ് കോംപ്ലിക്കേഷൻസ്. അപ്പോൾ അത് അവർക്ക് അപ്രോപ്രിയേറ്റ് ട്രീറ്റ്മെന്റ് ലഭിക്കാനും കോംപ്ലിക്കേഷൻസ് അവോയ്ഡ് ചെയ്യാൻ അലോ ചെയ്യുക മാത്രമല്ല, അത് എന്ത് പ്രിവെന്റ് ചെയ്യും? ഏത്? ഈ അതെന്താ ഇവിടെ?
രണ്ടാമത്തെ അതെന്താ? ഏർലി ഐഡന്റിഫിക്കേഷൻ. ഏർലി ഐഡന്റിഫിക്കേഷൻ ഇത് അലോ ചെയ്യുക മാത്രമല്ല, സിംറ്റംസിന്റെ ട്രീറ്റ്മെന്റ് അലോ ചെയ്തും കോംപ്ലിക്കേഷൻസ് അവോയ്ഡ് ചെയ്യുക മാത്രമല്ല, അതെന്തും പ്രിവെന്റ് ചെയ്യും, സ്പ്രെഡ് ഓഫ് കുട്ടികളിലോട്ടുള്ള ഇൻഫെക്ഷൻ സ്പ്രെഡിങ് പ്രിവെന്റ് ചെയ്ത് ആ ഇൻഫെക്ഷന്റെ ചെയിനെ ടെർമിനേറ്റ് ചെയ്യും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഒന്ന് നോക്കിയേ. ന്യൂ ബോൺസ് അറ്റ് റിസ്കിലാണ് ഇങ്ങനത്തെ ജനിച്ച് കുറച്ച് ആദ്യത്തെ ആഴ്ചകളിൽ ഈ അസുഖം, ഈ ഇൻഫെക്ഷൻ വരാൻ എന്ത് കൺസിഡർ ചെയ്യുമ്പോൾ അവർക്ക് കിട്ടിയിരിക്കുന്ന മെറ്റേണൽ ആന്റിബോഡീസ്, അവരിലോട്ട് അമ്മയിൽ നിന്ന് ട്രാൻസ്ഫർ അയക്കുന്ന ആന്റിബോഡീസ് ഇൻസഫീഷ്യന്റ് ആണ് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ സ്റ്റഡീസ് സജസ്റ്റ് ചെയ്യുന്നത് പൊതുവെ അഡൽട്സ്, കുടുംബത്തിലുള്ള അഡൽട്സ് ആണ്, പാരന്റ്സും ഗ്രാൻഡ് പാരന്റ്സും ഒക്കെയാണ് മൈക്രോ ഓർഗാനിസം ട്രാൻസ്മിഷന്റെ എന്ത് സോഴ്സുകൾ 22% കേസുകളിലും. അതുകൊണ്ട് തന്നെ നേരത്തെ ഐഡന്റിഫൈ ചെയ്യുക, അസുഖമുള്ള അഡൽട്സിനെ നേരത്തെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത് ഓഫ് ഗ്രേറ്റ് വാല്യൂ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് അങ്ങനെ ചെയ്യുന്നത് എന്ത് ആലോചിക്കുക മാത്രമല്ല, അഡൽട്സിന് ട്രീറ്റ്മെന്റ് ലഭിച്ച് കോംപ്ലിക്കേഷൻസ് അവോയ്ഡ് ചെയ്യാൻ സഹായിക്കുക മാത്രമല്ല, അത് എന്തും പ്രിവെന്റ് ചെയ്യുന്നു, കുട്ടികളിലോട്ടുള്ള സ്പ്രെഡ് പ്രിവെന്റ് ചെയ്ത് ആ ഇൻഫെക്ഷന്റെ ചെയിനെ ബ്രേക്ക് ചെയ്യും. ക്ലിയർ അല്ലേ? ഓക്കെ, പെർഫെക്റ്റ്. നൗ ഒന്ന് വായിച്ചേ, ഒന്ന് ഓപ്ഷൻസ് വായിച്ചേ, 1 by 1 ഒന്ന് വായിച്ചേ. ആരെ വായിച്ചിട്ടുണ്ടെന്ന് വായിച്ചേ. They are unlikely to catch pertussis from their mother. ഇവിടെ ദേ ആരാന്നൊന്ന് പറഞ്ഞേ. സ്പെഷ്യൽ ന്യൂ ബോൺ ബേബീസ് ആർ അൺലൈക്ലി, അവരുടെ അമ്മയിൽ നിന്ന് അവർക്ക് അസുഖം പർച്ചേസസ് കിട്ടാനുള്ള സാധ്യത ഇല്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അമ്മയിൽ നിന്ന് കിട്ടാനുള്ള അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അല്ലെ? അടുത്തത്, They are at risk from infected adults in the home environment. കുടുംബത്തിലെ ഇൻഫെക്റ്റഡ് അഡൽട്സിൽ നിന്ന് അവർക്ക് റിസ്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇൻഫെക്റ്റഡ് അഡൽട്ടിന്റെ കാര്യം. ഡിസീസ് ഉള്ള അഡൽട്സ് ആരാ മഞ്ജു? ഡിസീസ് ഉള്ള അഡൽട്സ് ആരാ? നിങ്ങൾ എന്താ ഇൻഫെക്റ്റഡ് അഡൽട്സ് അവിടെ വായിച്ചു നോക്കി. ഓക്കെ, ഡിസീസ് ഉള്ള അഡൽട്സ് അതല്ലേ ഇൻഫെക്റ്റഡ് അഡൽട്സ്. അപ്പൊ ബി ആയിരിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് അടുത്ത് വായിക്കാം. അടുത്ത് വായിച്ചേ. They should have enough antibodies to protect them from pertussis. അവർക്ക് ഇനഫ് ആന്റിബോഡീസ് ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? അവരിലായിട്ടുള്ള അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അല്ലെ? അവരിലുള്ള മെറ്റേണൽ ആന്റിബോഡീസ് പ്രൊട്ടക്ട് ചെയ്യുന്നില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ പറഞ്ഞിട്ടില്ല കുട്ടികളിൽ ന്യൂബോൺ ബേബീസ് ജനിച്ചുടനെയുള്ള കുട്ടികളിൽ ആവശ്യത്തിനുള്ള ആന്റിബോഡീസ് വേണം എന്ന് പറഞ്ഞിട്ടില്ല, അവരിൽ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. അടുത്തത്, They are still at risk of infection if they are exposed to vaccinated individuals. വാക്സിനേറ്റഡ് ഇൻഡിവിജ്വൽസ് ആയിട്ട് അവർ എക്സ്പോസ് ആയി കഴിഞ്ഞാൽ അവർ അപ്പോഴും റിസ്കിലാണ് എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. നോ. അപ്പൊ ആൻസർ എന്താ മഞ്ജു? അതേഴ്സ് ആൻസർ ഏതാ? They are at risk അല്ലേ? വീട്ടിലുള്ള ഗ്രാൻഡ് പാരന്റ്സ് അസുഖമുള്ള ഗ്രാൻഡ് പാരന്റ്സ് എന്നല്ല, അതുകൊണ്ടല്ലേ ഡിസീസ്ഡ് ആയിട്ടുള്ള അഡൽട്സിന് വേഗം ഏർലി ഐഡന്റിഫിക്കേഷൻ വേണ്ടേ? ഡിസീസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഡിസീസ്ഡ് വായിച്ചു നോക്കണം കേട്ടോ. ഡിസീസ്ഡ് സ്പെല്ലിംഗ് അസുഖമുള്ള DISEASED. ഓക്കെ, അസുഖമുള്ള അഡൽട്സ് എന്ന് വെച്ചാൽ എന്താ? ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള അഡൽട്സ്. അതുകൊണ്ടാണ് ബി ആൻസർ. Okay, all right. ഇത് ലാസ്റ്റ് വൺ എളുപ്പമാണ്. വാട്ട് ഡസ് ദ വേർഡ് ഇറ്റ് റെഫർ ടു ഇൻ ദ ഫൈനൽ പാരഗ്രാഫ്? നമ്മൾ ഓൾറെഡി ഐഡന്റിഫൈ ചെയ്തു അല്ലെ? കുട്ടികളുടെ സ്പ്രെഡ് ആണോ? കോംപ്ലിക്കേഷൻസ് അവോയ്ഡ് ചെയ്യലാണോ? എ ആണോ? ഇറ്റ് എന്തിനെ റെഫർ ചെയ്യണേ? നമ്മൾ ഓൾറെഡി ഐഡന്റിഫൈ ചെയ്ത് വെച്ചതല്ലേ? ഏർലി ഐഡന്റിഫിക്കേഷൻ. അപ്പൊ അത് സി ആണ്. ഓക്കെ, അപ്പൊ സ്പ്രെഡ് ഓഫ് ഇൻഫെക്ഷൻ എമോങ്സ് ചിൽഡ്രൻ അല്ല, ബി അല്ല, കോംപ്ലിക്കേഷൻസ് അവോയ്ഡ് ചെയ്യലല്ല, അത് പ്രിവെന്റ് ചെയ്യുന്ന പറഞ്ഞേക്കാൻ ഏർലി ഐഡന്റിഫിക്കേഷൻ പ്രിവെന്റ് ചെയ്യും, അപ്രോപ്രിയേറ്റ് ട്രീറ്റ്മെന്റ് അല്ല. ആൻസർ എന്താണ്? സി. അത് ഞാൻ വായിക്കാതെ പെർഫെക്റ്റ്ലി ക്ലിയർ ആണ്. ഓക്കെ, സോ അതാണ് സംഭവം. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ മെറ്റീരിയൽ പൊതുവെ ഉള്ള പോലെ ബുദ്ധിമുട്ടല്ല, പ്രിറ്റി സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. നിങ്ങളൊന്ന് ശരിക്കും വായിച്ച് കണക്ട് ചെയ്തതിന് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നേ ഉള്ളൂ. ഒന്നും കൂടി ഒന്ന് നോക്കാം. ഞാൻ ഈ മെറ്റീരിയൽ സെൻഡ് ചെയ്യാം. മേക്ക് ഷുവർ ടു ഡു ഇറ്റ് വൺസ് അഗെയിൻ. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു ആസ്ക്. ഓക്കെ, നാളെ രാവിലെ റീഡിംഗ് പാർട്ട് എ, റീഡിംഗ് പാർട്ട് ബി ആണ്. മലയാളീസിൽ ഇന്ന് മാത്രമേ ക്ലാസ് ഉള്ളൂ. നാളത്തെ സെഷൻ ഫ്രീ അല്ല കേട്ടോ. Okay, ഇന്നത്തെ സെഷൻ മാത്രമേ ഫ്രീ ഉള്ളൂ. Okay, all right. So that's it for now. I hope I have conveyed myself clearly. ഒന്ന് ശരിക്കും നോക്കിയിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയാം കേട്ടോ. Okay, I'll see you guys tomorrow. Okay, thank you so much. Thank you.